It's over to Dr. Mariamma John to moderate the Malayalam session. നന്ദി ധനേഷ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1727 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്ക് ഒരു ചർച്ചയാണുള്ളത്. ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. മഴക്കാല രോഗങ്ങളും ഹോമിയോപ്പതി ചികിത്സയും പ്രതിരോധവും എന്ന വിഷയത്തില് ചർച്ചയാണ് ഇന്നുള്ളത്. ഈ ചർച്ചയിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. ഈ വിഷയത്തില് ആമുഖമായി സംസാരിക്കുന്നതിന് ധനേഷ് ഡോക്ടറെ ക്ഷണിച്ചു. നന്ദി മറിയമ്മ ഡോക്ടർ. ധനേഷ് സ്പീക്കിംഗ് क्या है? നമ്മൾ IFPH തുടങ്ങി ഓരോ സീസണിലും ഇങ്ങനെ കാലവർഷത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസൃതമായിട്ടുള്ള രോഗങ്ങളെക്കുറിച്ചും ആ സമയത്ത് ഹോമിയോപ്പതിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ തീർച്ചയായും മഴക്കാലം എത്തിക്കഴിഞ്ഞു. നല്ല ശക്തമായ മഴയും മണ്ണൊലിപ്പും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഈ രോഗസംക്രമണം നമുക്ക് തടയേണ്ടതായിട്ടുണ്ട്. അതിൽ ഹോമിയോപ്പതിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പല പ്രതിരോധ പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്ത് നടത്തേണ്ടതായിട്ടുണ്ട്. പരിസര ശുചീകരണവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ പല രോഗങ്ങൾക്കും പ്രതിരോധമായിട്ട് ഹോമിയോ മരുന്നുകൾ ഉപയോഗിക്കാൻ പറ്റും. അത് വൈറൽ ഡിസീസ് എല്ലാം തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഹോമിയോ മെഡിസിൻസ് കൊണ്ട് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇപ്പം മഴക്കാല സംബന്ധമായിട്ട് വയറിളക്ക സംബന്ധവും വയറിളക്കവും ഛർദിയും അങ്ങനെയുള്ള അതിസാരവും കോളറയും ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ മെഡിസിനൊക്കെ ഒന്നുകൂടെ ഒന്ന് പ്രിപ്പയർഡ് ഉപയോഗിക്കുന്നതിലുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തേണ്ടതായിട്ടിരിക്കുന്നു. ഇന്നിപ്പം നമുക്കറിയാം, ഇപ്പം തന്നെ ഇന്ന് തന്നെ നമുക്ക് വന്ന കേസുകൾ കൂടുതലും പനി, അക്യൂട്ട് ഡിസീസുകളിൽ ഏറ്റവും കൂടുതൽ പനിയോട് കൂടിയുള്ള ഛർദിലും പനിയോട് കൂടിയുള്ള വയറിളക്കവും ഒക്കെ ആയിരുന്നു. അപ്പം സാധാരണ ഒരു ഇൻഫ്ലുവൻസ പനിയുടെ എല്ലാ ലക്ഷണങ്ങളുമാണ് ഇപ്പോൾ വരുന്ന പനി. അപ്പം നമ്മൾ പണ്ട് നീരിളക്ക പനി എന്നൊക്കെ നാടൻ ഭാഷയിൽ നമ്മുടെ ഇവിടെയൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ശരീരവേദന, കുളിര്, തലവേദന, അതിനോടൊപ്പം തന്നെ ഛർദിയും, ചിലപ്പോൾ ഒരുപക്ഷെ അതിനുശേഷം വയറിളക്കവും അതിനോട് നല്ല കുളിരും കിടുകിടുപ്പും വരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് മഴ നനഞ്ഞു കഴിയുമ്പോഴൊക്കെ ഉണ്ടാകുന്ന അസുഖങ്ങൾ, തണുപ്പിൽ നിന്നുണ്ടാകുന്ന അസുഖങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ സമയത്ത് പരിഗണിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ അക്യൂട്ട് ഇൽനെസ് എല്ലാം തന്നെ നമുക്ക് സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും. അപ്പം പെട്ടെന്ന് ഒരാൾ മഴ നനഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന പനിയാകുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മഴക്കാറ് കാണുമ്പോൾ തന്നെ ഇപ്പം തന്നെ നമുക്കറിയാം, കുറച്ച് ദിവസങ്ങളായിട്ട് അന്തരീക്ഷം മൂടിക്കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഇടിമിന്നൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഫോസ്ഫറസിൻ്റെ സാധ്യതകൾ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ പല പേഷ്യൻസും വരുമ്പോൾ മഴ നനഞ്ഞതിന് ശേഷം പനി ഉണ്ടായെന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും റസ്റ്റോക്സിനെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ മഴയത്ത് നിന്ന് കുറെ കൊണ്ടതിന് ശേഷം തണുപ്പടിച്ചതിന് ശേഷം എന്ന് പറയുമ്പോഴും നമുക്ക് ഡക്കാമരയെ കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ പനി വന്നതിന് ശേഷം നല്ല ദാഹവും എന്നാൽ നല്ല ചൂട് കുടിക്കാൻ തോന്നുകയും അങ്ങനെയൊക്കെയുള്ള ഓരോ വ്യത്യസ്ത ഭാവങ്ങളിൽ എന്നാൽ വളരെ കുറച്ച് കുടിക്കുകയും എന്നാൽ ഭയപ്പാടും ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് ആഴ്സനിക്കും അങ്ങനെയുള്ള മെഡിസിനെ കുറിച്ചും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാ മെഡിസിനെ കുറിച്ചും ഒരു ഏകദേശം ഒരു ചെറിയൊരു പഠനം തന്നെ നമ്മൾ നടത്തി പ്രിപ്പയർ ആയിരിക്കണം. അതുപോലെ തന്നെ ഇന്ന് വന്ന ഒരു കേസിൽ അതിശക്തമായ വേദനയും വേദനയോടുകൂടി ഛർദിച്ച് കഴിയുമ്പോൾ നല്ല ദാഹവും വരുന്നത്. അപ്പോൾ ആ ഒരു കേസിലൊക്കെ നമുക്ക് യുപ്പിറ്റോറിയം വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ കേസിലും വ്യത്യസ്തമായ മരുന്നുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതെല്ലാം നമ്മൾ വളരെ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായും ഹോമിയോപ്പതി മെഡിസിൻ എല്ലാവർക്കും ഗുണകരമാണ്. ഏത് അവസരത്തിലും നമുക്കത് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ, നമ്മളുടെ മെഡിസിൻ ഉപയോഗിക്കുമ്പോൾ ഒരു പൊട്ടക്കണ്ണൻ്റെ മാവേറി എന്ന ഒരു രീതിയിലോട്ട് നമ്മൾ ചെയ്യാതിരിക്കുക. നമ്മളെപ്പോഴും ശരിയായ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം
ആ രീതിയിൽ തന്നെ നമ്മൾ മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ ഫലിക്കുകയും വളരെ വേഗം നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇതാണ് ഇതിന്റെ ആമുഖമായിട്ട് നമ്മൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണങ്ങളാണെങ്കിൽ കഴിയുന്നതും പനിയുള്ള സമയത്ത് കുട്ടികളെ വളരെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാതിരിക്കുക. വളരെ ചെറിയ തോതിലുള്ള ആഹാരം ആണ് ഭക്ഷണത്തിന്. എന്നാൽ ചില കുട്ടികൾ, ചില ആൾക്കാർക്ക് ഭയങ്കര വിശപ്പായിരിക്കും പനിയുള്ള സമയത്ത്. നമുക്കറിയാം സ്റ്റാഫിസാഗ്രിയ അതുപോലുള്ള മെഡിസിനൊക്കെ ആണെങ്കിൽ പനിയുടെ തുടക്കത്തിൽ തന്നെ ഭയങ്കര വിശപ്പായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. അപ്പൊ ഓരോ രോഗലക്ഷണങ്ങളും നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വളരെ വേഗത്തിൽ മെഡിസിൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അക്യൂട്ട് ഡിസീസ് ആകുമ്പോൾ നമുക്ക് ഒത്തിരി സമയം എടുക്കാൻ പറ്റില്ല. ധാരാളം പേഷ്യൻസ് എല്ലാവരുടെ ക്ലിനിക്കുകളിൽ ഉണ്ടാകും. പക്ഷെ നമ്മളൊരു കമ്പാരിറ്റീവ് മെറ്റീരിയോളിക്ക എപ്പോഴും പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മെഡിസിൻ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ നമുക്കറിയാം, വാർത്തകൾ വരാൻ തുടങ്ങി. കോവിഡ് ഇരിക്കുന്നു, 244, 350 എന്നൊക്കെ പറഞ്ഞ കണക്കുകളുമായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. നമ്മളിതൊന്നും ഒരു മഹാമാരിയായിട്ട് കാണണ്ട. നമുക്ക് സാധാരണ ഒരു വൈറൽ പനി എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഹോമിയോപ്പതി ഡോക്ടർ കോവിഡിനെയും ട്രീറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന കോവിഡിന് വേണ്ടി പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു മരുന്നല്ല, നമ്മളുടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മരുന്നുകളും കോവിഡിനും ഫലപ്രദമാണ്. രോഗലക്ഷണങ്ങൾ കറക്റ്റായിട്ട് വരണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്. നന്ദി ധനേഷ് ഡോക്ടറെ. അപ്പൊ ഇനി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് എല്ലാവരും തയ്യാറെടുപ്പ് നടത്തണം. നമ്മുടെ മഴക്കാല രോഗങ്ങളെന്ന് പറയുമ്പം ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലേറിയ, കോളറ, ടൈഫോയിഡ്, വൈറൽ ഫീവർ, അതിസാരം, ഇൻഫ്ലുവൻസ, എലിപ്പനി, ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ്, ഇങ്ങനെയുള്ള വിവിധ രോഗങ്ങൾ ഈ മഴക്കാല സമയത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിനെയെല്ലാം ഒന്ന് മുൻനിർത്തി ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതിന് ശൈല ഡോക്ടറെ ക്ഷണിക്കുകയാണ്. ശൈല ഡോക്ടർ. ശൈല ഡോക്ടർ. മറിയാമ്മ ഡോക്ടർ ഉദ്ദേശിക്കുന്ന മഴക്കാല രോഗങ്ങളെ കുറിച്ച് പറഞ്ഞു തുടങ്ങാനാണ്. മോഡറേറ്റ് ചെയ്യണം. ഓക്കെ, അത് കുഴപ്പമില്ല, നോക്കാം. അപ്പോ ഇന്ന് ചർച്ചയ്ക്കായിട്ട് നമ്മുടെ ഡോക്ടേഴ്സ്, സീനിയർ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ മഴക്കാല രോഗങ്ങളെ കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുക്കണം. എന്തൊക്കെയാണ് ഇപ്പോൾ ഓരോ ഡോക്ടേഴ്സിനും മഴക്കാല രോഗങ്ങള് എന്തൊക്കെയാണ് അവരവരുടെ ക്ലിനിക്കുകളിൽ എത്തുന്നത്, അതിനെന്താണ് പ്രതിരോധം, ചികിത്സ, ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം കുറിച്ച് ഇന്നത്തെ ചർച്ചയിൽ വരേണ്ടതാണ്. തീർച്ചയായിട്ടും ഓരോരുത്തരായിട്ട് നമുക്ക് വിളിക്കാം. ആരൊക്കെയാണ്? മനോജ് ഡോക്ടർ ഉണ്ട്, ഡോക്ടർ ഷാജി ജി ഡോക്ടർ ഉണ്ട്, പിന്നെ ഹരിഹരൻ ഡോക്ടർ ഉണ്ട്. എല്ലാവർക്കും, ഗീത സുരേഷ് ഡോക്ടർ ഉണ്ട്. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചർച്ചയിൽ നല്ല രീതിയിൽ പങ്കെടുക്കണം എന്ന് താല്പര്യപ്പെടുകയാണ്. ഷാജി ഡോക്ടർക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ഷാജി ഡോക്ടറെ. ഷാജി ഡോക്ടർ ഉണ്ടോ? മനോജ് ഡോക്ടർ ഉണ്ടോ? മനോജ് ഡോക്ടർ കോഹോസ്റ്റ് ആണോ? മനോജ് ഡോക്ടർ കോഹോസ്റ്റ് ആണോ ഡോക്ടർ? അല്ലല്ലേ? ഹരിഹരൻ ഡോക്ടറെ ഒന്ന് കോഹോസ്റ്റ് ആണ് കേട്ടോ. ആണോ? ഡോക്ടർ കോഹോസ്റ്റ് ആണ്. ഷാജി ഡോക്ടർ, മനോജ് ഡോക്ടർ, ഗീതാ സുരേഷ് ഡോക്ടർ, ഹരിഹരൻ ഡോക്ടർ, ഇവരൊക്കെ ഒന്ന് ചർച്ചയൊന്ന് തുടങ്ങി വയ്ക്കാൻ എത്തണം എന്നാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. പിന്നെ മഴക്കാല രോഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ
മഴ നനഞ്ഞിട്ട് പനി വരുന്ന കേസുകൾ കാണും. മഴ നനഞ്ഞിട്ട് പനി വരുന്നതിന് കൂടുതൽ റെസ്റ്റോക്സ് ഒക്കെ അല്ലേ ഉപയോഗിക്കുന്നത്? അറിയാമോ ഡോക്ടറെ? റെസ്റ്റോക്സ്, ബെൽഡോണ, നീർവീഴ്ച കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മഴ സമയത്ത്. പിന്നെ മഴ കാലത്ത് ഉണ്ടാകുന്ന ജലം മലിനമാക്കപ്പെടുന്നത് കൊണ്ട് പൈപ്പൊക്കെ പൊട്ടി മഴവെള്ളവും പൈപ്പിലെ വെള്ളവും മഴവെള്ളവും റോഡിലെ അഴുക്കും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് സാധാരണയായി അതുകൊണ്ട് മഞ്ഞപ്പിത്തമൊക്കെ ഉണ്ടാകുന്ന ഒരു സീസണാണ്. മഞ്ഞപ്പിത്തം ഇപ്പോൾ പല പഞ്ചായത്തുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ തൃക്കോവിൽവട്ടം പഞ്ചായത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ന്യൂസ് പേപ്പറിൽ വായിക്കാനിടയായി. ഇപ്പൊ മഞ്ഞപ്പിത്ത രോഗങ്ങൾ പല സ്ഥലത്തും ഉണ്ട്. അത് ഹോമിയോ ഡിസ്പെൻസറികളിൽ എത്രത്തോളം എത്തുന്നുണ്ട്, എന്ത് മരുന്നാണ് കൊടുക്കുന്നത് എന്നുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ ചർച്ചയാകാം. അതുപോലെ തന്നെ ഡെങ്കിപ്പനി മഴ സമയത്തുണ്ട് കൂടുതലായിട്ട് കാണുന്നുണ്ട് പലയിടത്തും. ഡെങ്കിപ്പനിയൊക്കെ ഇപ്പം നമ്മളടുത്ത് എത്തുന്നുണ്ടോ, ചികിത്സിക്കാമോ എന്നുള്ള വിഷയങ്ങളിലൊന്നും അറിയുന്നില്ല. നമ്മുടെ ബില്ലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ മെഡിക്കൽ ബില്ലുമൊക്കെ വന്നതിന് ശേഷം ഡെങ്കിപ്പനി കേസുകളൊക്കെ നമുക്ക് ചികിത്സിക്കാമോ, ചികിത്സിച്ചാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, നമ്മുടെ ക്ലിനിക്കുകളിൽ എത്തുന്നുണ്ടോ? ഷാജി ഡോക്ടർ ഉണ്ടോ? ഷാജി ഡോക്ടർ, മനോജ് ഡോക്ടർ ഒന്നും ഉണ്ടോ? ആരും ഒന്നും പറയുന്നില്ലല്ലോ. മറിയമ്മ ഡോക്ടർക്ക് എന്തൊക്കെ കേസ് കിട്ടി? ഇപ്പൊ പനി വന്നതിന് ശേഷം ശരിക്കും ഒരുപാട് പേഷ്യൻസ് വന്നിട്ടില്ല. എന്തെങ്കിലും വന്നതിൽ 2-3 സിവിയർ ആയിട്ടുള്ള ബോഡി പെയിനും ഹെഡേക്കും ആയിട്ടുള്ള പനി വന്നു. പിന്നെ തൊണ്ടവേദനയും അങ്ങനെയായിട്ടുള്ള പനി വന്നിട്ടുണ്ട്. പിന്നെ അതിന് ഞാൻ സിംറ്റം അനുസരിച്ചാണ് കൊടുത്തത്. അതിൽ കൂടുതലും റെസ്റ്റോക്സ് വന്നു. അതിന് ശേഷം പിന്നെ അവർക്ക് സൈനസിന്റെ ഒരു രീതിയിലോട്ടൊക്കെ വന്നു. അപ്പൊ അതിന് ലെഫ്റ്റ് സൈഡ് വെച്ച് സ്പൈജീലി അങ്ങനെയൊക്കെ കൊടുത്ത് എന്തായാലും ഒരു 4-5 ദിവസം കൊണ്ട് അവർക്ക് അത് മാറുന്നുണ്ട്. പിന്നെ ജലദോഷപ്പനിയായിട്ടുള്ള വരുന്ന കേസുണ്ട്. അതില് തുമ്മലും മൂക്കടപ്പും ജലദോഷവുമായിട്ട് വരുന്നവർക്ക് ഞാൻ കൂടുതലും ആഴ്സാൽബാണ് കൊടുത്തത്. പിന്നെ ഫീവറിന്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും കാല് നോക്കിയിട്ട് മരുന്ന് കൊടുക്കും. കാലിന്റെ തൊട്ട് നോക്കിയിട്ടേ കൊടുക്കുകയുള്ളൂ. വെള്ള അത് പ്രത്യേകം തൊട്ട് നോക്കും. അല്ലെങ്കിൽ നമ്മൾ ആ പേഷ്യന്റിനെ നോക്കിയിട്ട് വരാൻ തന്നെ പറയും. അങ്ങനെ കാലിന്റെ വെള്ള തണുത്താണെന്ന് പറഞ്ഞാൽ ബെല്ല് തന്നെയാണ് കൊടുക്കുന്നത്. ബെൽ 200 തന്നെ കൊടുക്കുന്നത്. അത് തിരിച്ചവര് പിന്നെ ചൂടാന്ന് പറയാന് ഫെറംഫോസ് ആണ് കൊടുക്കുന്നത്. അതുപോലെ കുളിരായിട്ട് വരുന്നവർക്ക് പൈറോജനാണ് കൊടുക്കാറുള്ളത്. പൈറോജൻ അധികം റിപ്പീറ്റ് ചെയ്യത്തില്ല. കുളിര് മാറുമ്പോൾ നിർത്താൻ പറയും. ഫീവറിന് ഈ 3 മെഡിസിനാണ് കൂടുതലായിട്ട് നോക്കാറുള്ളത്. പിന്നെ ഈ വയറിളക്കം അല്ല, അതെല്ലാം കൂടെ കൊടുക്കുമല്ല, അത് നോക്കിയിട്ട് അത് ഏതാണോ സിംറ്റം അനുസരിച്ച് കൊടുക്കും. അത് നമ്മൾ ഇൻഡിക്കേറ്റഡ് മെഡിസിന്റെ കൂടെ തന്നെയാണ് ഞാൻ കൊടുക്കാറുള്ളത്. കാരണം അതിന്റെ കൂടെ ഫീവറിനായിട്ടും കൂടെ ആയിട്ട് കൊടുക്കും. ആഴ്സാൽബ് കൊടുക്കുവാണെങ്കിൽ ചിലപ്പോൾ ആഴ്സും അതിന്റെ കൂടെ ചിലപ്പം ബെല്ലും കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ ഫെറംഫോസ് കൊടുക്കാറുണ്ട്. ആഴ്സും ബ്രൈക്കും കൂടുതലായിട്ട് പൈറോജൻ ഉപയോഗിക്കാറുണ്ട്. രണ്ടിനും കോംപ്ലിമെന്ററി ആയിട്ട് പറയുന്നത് കൊണ്ട് ആ 2 മെഡിസിന് കുളിരുണ്ടെന്ന് പറഞ്ഞാൽ പൈറോജൻ കൊടുക്കാറുണ്ട്. പിന്നെ ജെൽസീമിയം നല്ലൊരു ഇതായിട്ട്, ദാഹക്കുറവാണ് പറയുന്നത്, തലയ്ക്ക് കനം എന്നാണ് പറയുന്നതെങ്കിൽ കൂടുതലും ജെൽസീമിയം ബോഡി പെയിനും കൂടെ ഉണ്ടെങ്കിൽ കൊടുക്കും. പിന്നെ ധനേഷ് ഡോക്ടർ പറഞ്ഞ പോലെ യൂപ്പറ്റോറിയം വരുന്നുണ്ട് ചില കേസ്. ഭയങ്കരമായിട്ട് ബോഡി പെയിന്, ഛർദില്, അല്ലെങ്കിൽ അതുപോലെ തന്നെ തലകറക്കം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് യൂപ്പറ്റോറിയം സാധാരണ ഞാൻ കൊടുക്കാറുള്ളത്. പിന്നെ നമ്മള് ആഴ്സ്, ജെൽസീമിയം, റെസ്റ്റോക്സ്, യൂപ്പറ്റോറിയം, പിന്നെ വയറിളക്കപ്പനികളാണ് കൂടുതൽ വരുന്നതെങ്കിൽ അതിന്റെ സിംറ്റം ചോദിച്ചിട്ട് ഭയങ്കരമായ ദാഹം,
ഭയങ്കരമായ ദാഹവും കുളിരുമായിട്ട് വരുന്ന വയറിളക്കപ്പനി, വയറുവേദന, ഗ്യാസ് എന്നൊക്കെ പറയുന്നതിന് നട്ട്സ് ആണ് കൊടുക്കുന്നത്. അതിന്റെ കൂടെ നട്ട്സിന്റെ കൂടെ നല്ല ആക്ഷൻ കിട്ടും. ബോഡി പെയിനും ഫീവറും കൂടെ ഉണ്ട്, ബാപ്റ്റീഷ്യയും കൂടെ കൊടുത്താൽ നല്ല ആക്ഷൻ കിട്ടുന്നുണ്ട്, നട്ട്സും ബാപ്റ്റീഷ്യയും. പിന്നെ ഇത് അതേസമയം കുറേശ്ശെ വെള്ളം കുടിക്കുന്നു എന്ന് പറഞ്ഞു വരുന്ന വയറിളക്കം, വയറുവേദന, ഛർദില് അങ്ങനെയുള്ളതിന് ആഴ്സാൽബ് 200 ആണ് കൊടുക്കാറുള്ളത്. തീരെ തേഴ്സ്ലെസ് ആണ് ട്രൈനസും പറഞ്ഞ് പൾസാറ്റിലെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇതിന് നമ്മൾ സിവിയർ ആയിട്ട്, അതായത് ഇങ്ങനെ എഴുതി തന്നെ കൊടുക്കും, നിർത്താത്ത ഛർദില്, വയറിളക്കം, ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻ വന്നാൽ ക്യാംഫർ നമ്മൾ മെഡിക്കേറ്റ് ചെയ്ത് കയ്യിൽ കൊടുത്തിരിക്കും. അത് മണപ്പിക്കാനാണ് പറയുന്നത്. ഇനി മണത്തിട്ട് കുറയുന്നില്ല എങ്കിൽ ഒരു 4 ഗുളിക അരമണിക്കൂർ ഇടവിട്ട് 4 നേരം കൊടുക്കാൻ പറയും. അതിൽ കൂടുതൽ കൊടുക്കാൻ പറയാറില്ല. 4 നേരം കൊടുക്കാൻ പറയും. പിന്നീട് ഏതാണോ മെഡിസിൻ അത് റിപ്പീറ്റ് ചെയ്യാൻ. അതൊക്കെ മണക്കുമ്പം തന്നെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡയറിയ പോലും ചിലപ്പം സഡൻ ആയിട്ട് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ഛർദില് അങ്ങനെയുള്ളതിനെല്ലാം ക്യാംഫർ, കൂടുതലും നട്ട്സിന്റെ കൂടെയാണ് ക്യാംഫർ കൂടുതലും കൊടുക്കേണ്ടി വരുന്നത്. ആഴ്സാൽബിനും അത്യാവശ്യം കൊടുത്തിട്ടുണ്ടെങ്കിലും കൂടുതലും നട്ട്സിന്റെ കൂടെ കൊടുത്താൽ പെട്ടെന്ന് അതിന്റെ ആക്ഷൻ കിട്ടുന്നുണ്ട്. ഇതുപോലെയൊക്കെയാണ് അക്യൂട്ട് കേസിൽ ഞാൻ മാനേജ് ചെയ്യാറുള്ളത്. പിന്നെ ഇത് 1-2 ഡെങ്കു ഒക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിന് കൂടുതലും നമ്മൾ യൂപ്പറ്റോറിയം ഡ്രൈ ഫസ്റ്റ് സ്റ്റേജ്, അത് കഴിഞ്ഞിട്ട് പ്ലേറ്റ്ലെറ്റ് കുറയുമ്പം സെക്കൻഡ് സ്റ്റേജ് വരുമ്പോൾ റെസ്റ്റോസിലേക്ക് വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലേറ്റ്ലെറ്റ് കുറയുന്ന സ്റ്റേജിലേക്ക് വരും. ആ സമയത്ത് എക്സ്റേ 200 രാവിലെയും വൈകിട്ടുമായിട്ട് 3 ദിവസം, അതിൽ കൂടുതൽ കൊടുക്കുകയില്ല. 3 ദിവസം കൊടുക്കുമ്പോൾ തന്നെ അത് കൂടി വരാറുണ്ട്. ഇറപ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടാറുണ്ട്. അങ്ങനെയാണ് കൂടുതലും ഡെങ്കിപ്പനിക്ക് കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. ചിക്കൻ ഗുനിയ പിന്നെ നമുക്ക് ആദ്യകാലങ്ങളിൽ തന്നെ ചികിത്സിച്ചവരാണല്ലോ, ചേർത്തലയിലായിരുന്നപ്പോൾ. അത് ഈ പറഞ്ഞ പോലെ തന്നെ ബ്രയോണിയ, യൂപ്പറ്റോറിയം, റെസ്റ്റോസ്, ഈ 3 തന്നെയാണ് കൂടുതലും വന്നിട്ടുള്ളതായിരുന്നു. അപ്പോഴേ ഇത് 3ഉം അത് ഓരോരുത്തർക്ക് ഇൻഡിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നതല്ലേ കൊടുക്കുന്നത്? നോക്കി കൊടുക്കും, അവർക്ക് ഇൻഡിക്കേഷൻ നോക്കി കൊടുക്കും. ബ്രയോണിയാണെങ്കിൽ ഒട്ടും അനങ്ങാൻ പറ്റുന്നില്ല, ഭയങ്കര ക്ഷീണം, അനങ്ങാതങ്ങ് കിടക്കുകയാണെന്നുള്ള ഫസ്റ്റ് സ്റ്റേജ് മിക്കവാറും ചിക്കൻ ഗുനിയക്ക് അങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പം മിക്കവാറും ബ്രയോണി ആയിരിക്കും. പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ ഈ പറയുന്ന ബോണി പെയിനും ഛർദിലും ഒക്കെ ആയിട്ട് വരുമ്പോൾ യൂപ്പറ്റോറിയം ആവും. പിന്നെ അടുത്ത സ്റ്റേജിൽ അവർക്ക് എഴുന്നേറ്റ് വരാൻ ബുദ്ധിമുട്ടാവും. എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ആശ്വാസമാണെന്ന് പറയും. ആ ഒരു സ്റ്റേജ് വരുമ്പോഴാണ് റെസ്റ്റോസ് കൊടുക്കുന്നത്. പിന്നെ ഈ ഇറപ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഡോസ് സൾഫർ 200 ഒരു ഡോസ് കൊടുക്കും. ചിക്കൻ ഗുനിയൊക്കെ അതുകൊണ്ട് കുറയാറുണ്ടായിരുന്നു. ഒരുപാട് കേസ്, 125 കേസോളം അന്നത്തെ കാലത്ത് കിട്ടിയിരുന്നു. ഇപ്പൊ അതൊന്നും കിട്ടുന്നില്ല. എങ്കിലും അങ്ങനെ ഇത്രയും മെഡിസിനും ഉണ്ട്. ഒരു ഡെങ്കി ബ്ലീഡിങ് വന്നിട്ടുണ്ട്, എനിക്ക് ബ്ലീഡിങ് കേസ് വന്നിട്ടുണ്ട്. അതിന് പക്ഷേ അന്ന് ഡെങ്കിയുടെ ആണെന്ന് പോലും മനസ്സിലാക്കി, അല്ലെങ്കിലും കൊടുത്തത് ഫോസ്ഫറസ് 30 ആണ്. അവർക്ക് ഒരു കുഴപ്പമില്ലാതെ അവർ രക്ഷപ്പെട്ടു. പിന്നെ എപ്പോഴും വന്നപ്പം ചോദിച്ചപ്പോ അത് ഡോക്ടറെ അന്നേ മാറിപ്പോയിരുന്നു എന്ന് പറഞ്ഞു. അവരും അറിഞ്ഞില്ല, പക്ഷെ അതുകൊണ്ടങ്ങ് അവരുടെ അസുഖം മാറി. ഹെമറേജിക് ഡെങ്കി ഒക്കെ ആണെന്ന് അവര് അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോ കുറയില്ല, ചിലപ്പോ വേറെ ഹോസ്പിറ്റലിൽ പോയാൽ. ഏതായാലും അവർക്ക് പെട്ടെന്ന് തന്നെ കുറഞ്ഞു. അത് അറിയാത്തത് കൊണ്ട് മരുന്ന് കൊടുത്തപ്പോ പെട്ടെന്ന് അത് ശരിയാവി. എങ്ങനെയാണ് ഹെമറേജ് എങ്ങനെ ആയിരുന്നു കേസ്? അതായിരുന്നു, മലത്തിന്റെ ഒപ്പം ബ്ലഡ് പോവായിരുന്നു. മലത്തിന്റെ കൂടെ അല്ലേ? ബ്ലഡ് പോവായിരുന്നു. ഇത്രയൊക്കെയാണ് എന്റെ ഓർമ്മയിൽ വരുന്ന കാര്യം. അപ്പൊ അതുപോലെ മറ്റു ഡോക്ടേഴ്സും ഒന്ന് അവരവരുടെ എക്സ്പീരിയൻസുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. മനോജ് ഡോക്ടർ ഉണ്ട്, മനോജ് ഡോക്ടർ, ഷാജി ഡോക്ടർ, ഹരിഹരൻ ഡോക്ടർ ഒക്കെ ഉണ്ടല്ലോ, അനിത ഡോക്ടർ.
മറ്റേ ലതാ മനോഹരൻ ഡോക്ടറെ ഇപ്പൊ കാണുന്നേ ഇല്ലല്ലോ, എന്ത് പറ്റി? കുറച്ച് നാളായിട്ട് കാണുന്നില്ല. ആ എന്താ കാര്യം അറിയത്തില്ലല്ലോ. ഡോക്ടർ ഏത് സ്ഥലത്തായിരുന്നു അതും അറിയത്തില്ലല്ലോ. അതും അറിയത്തില്ല. മഷൂദ് ഡോക്ടർ ഉണ്ടല്ലോ. ആര്? മഷൂദ് ഡോക്ടർ. ഡോക്ടറുടെ അനുഭവങ്ങള് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ മഷൂദ് ഡോക്ടർക്ക്? ഡോക്ടർ ക്ലാസ് എടുത്തോണ്ട് ആ മടി മാറി കാണുമല്ലോ. ഏ ഡോക്ടർ ഇപ്പൊ 4-5 ക്ലാസ് നമുക്ക് എടുത്തല്ലോ, ആ ആ പുസ്തക വിദ്യ. മഷൂദ് ഡോക്ടർ ഇവിടെ നിന്ന് ഒരു സൗണ്ട്. ഡോക്ടറെ ഞാൻ അല്പം കഴിഞ്ഞ് സംസാരിക്കാം. ആ തീർച്ചയായിട്ടും. അല്പം കഴിഞ്ഞ് സംസാരിക്കാം. അല്പം കഴിഞ്ഞ് സംസാരിക്കാന്നാണോ പറഞ്ഞത്? അറിയാമോ ഡോക്ടർ, എന്തോന്ന് പറഞ്ഞല്ലോ മഷൂദ് ഡോക്ടർ? മനസ്സിലായില്ല. ദീപാ പ്രകാശ് ഡോക്ടർ ഉണ്ട്. ദീപാ പ്രകാശ് ഡോക്ടറെ, മഴക്കാല രോഗങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ആർക്കും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. മഴക്കാല രോഗങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ, മഴക്കാല രോഗങ്ങളുടെ ചികിത്സാ പ്രതിരോധം, ഇതിനെ കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. ഓക്കെ, സംസാരിച്ചോളൂ ഡോക്ടർ. ഹലോ. കേക്കാം. ഇപ്പോഴേ കാര്യമായിട്ട് വന്നിട്ടുള്ളത് യൂപ്പിറ്റോറിയ കേസാണ്. നടുവേദന നല്ലോണം ഉണ്ട്. പിന്നെ വരുന്ന കേസ് ഭയങ്കര ക്ഷീണായിരിക്കും, ഒന്നും കഴിയില്ല, എണീക്കാൻ തന്നെ കഴിയില്ല. അതിനൊക്കെ ജൽസീമിയം കൊടുക്കുന്നുണ്ട്. പിന്നെ മേലും കൈ വേദനയൊക്കെ വന്ന കേസിൽ മഴയൊക്കെ നല്ലോണം മഴ കൊണ്ടു കഴിഞ്ഞാൽ റെസ്റ്റോക്സ് കൊടുക്കുന്നുണ്ട്. ചെറിയ ചാറ്റൽ മഴയൊക്കെ ആണെങ്കിൽ അതിന്റെ കൂടെ തലവേദനയൊക്കെ വന്ന് പറയുന്നുണ്ടെങ്കിൽ ബെൽഡോണ കൊടുക്കുന്നുണ്ട്. ഇത്രയും മെഡിസിൻ ഒക്കെയാണ് കൊടുക്കുന്നത്, കൂടുതലായിട്ടൊന്നും കൊടുക്കാറില്ല. ഹലോ ഡോക്ടറെ, വയറിളക്കം അങ്ങനത്തെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? വയറിളക്കായിട്ട് കിട്ടിയിട്ടില്ല. ഇങ്ങനെയുള്ള കേസുകളിലാണ് എനിക്ക് കിട്ടിയിട്ടില്ല, വയറിളക്കം കിട്ടിയില്ല. ഇപ്പം വന്ന് തുടങ്ങുന്നേ ഉള്ളു നമുക്ക് ശരിക്കും. അധിക കേസിലും ബോഡി പെയിൻ ആണ് കാണുന്നത്, നടുവേദന ഭയങ്കര. തൊണ്ടവേദന പറയുന്നുണ്ടല്ലേ? തൊണ്ടവേദന ചെറിയ രീതിയിൽ, പക്ഷെ എല്ലാം നടുവേദനയാണ് ഭയങ്കര. പിന്നെ പക്ഷെ ചില കേസിൽ ക്ഷീണം ഭയങ്കരാണ്. ക്ഷീണം അല്ലേ? അപ്പൊ അങ്ങനെ എഴുന്നേക്കാനേ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൽസീമിയം കൊടുക്കും. ഒട്ടും എഴുന്നേക്കാൻ പറ്റുന്നില്ല, തലവേദനയുണ്ട്, ഒരേ കിടത്തൊക്കെ ആണെങ്കിൽ ജൽസീമിയം കൊടുക്കും. ജൽസീമിയം അക്യൂട്ട് കേസിന് ഏത് പൊട്ടൻസി എങ്ങനെയാണ്? ഞാൻ 30 ആണ് കൊടുക്കാറ്. 30 4 നേരം കൊടുക്കും. 34. ഓക്കെ. അപ്പൊ ഇത്രേ കൂടുതൽ കേസൊന്നും വന്നില്ല, ചെറുങ്ങനെ വരുന്നതേ ഉള്ളൂ. 2 ദിവസം 3-4 ദിവസമല്ലേ ആയില്ലോ മഴ പെയ്യാൻ തുടങ്ങിയിട്ട്. ഡോക്ടറെ സ്ഥലം കണ്ണൂര് അല്ലേ? അതെ, കണ്ണൂരാണ്. മഴ തുടങ്ങിയിട്ട് 3-4 ദിവസം, ഒരാഴ്ച ആയോ? ഇല്ലല്ലോ. 3 ദിവസമൊക്കെ ആയുള്ളൂ ശരിക്കും മഴ പെയ്യാൻ തുടങ്ങി. സിവിയർ ഫീവർ ആണ് എനിക്ക്, ഹൈ ഫീവർ ആണ് എനിക്ക് ഒരു കേസ് വന്നത്. ഹൈ ഫീവർ വരുന്ന കേസിൽ ഞാൻ ബെൽഡോണ, ഈ മെഡിസിൻ ബെൽഡോണ 200 ഫെറംഫോസ് 6X മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതിന്റെ കൂടെ അത് എന്റെ ഒരു രീതിയാണ്. ബെൽഡോണ ഒരു 4 ഡോസ് അവരെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് ശക്തമായ പനി ഉണ്ടെങ്കിൽ, വളരെ ശക്തമായ രാത്രി ഒന്നും വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചിട്ട് അപ്പൊ ഒരു ഡോസ് എടുത്ത് കഴിക്കാൻ പറയും. പിന്നെ ഒരു 6-7 മണിക്കൂർ നേരത്തേക്ക് ഒന്നും കഴിക്കണ്ടെന്ന് പറയും. ആരും പിന്നെ അത് ആ രീതി കൊടുക്കുമ്പോൾ ആരും രാത്രി വിളിക്കാറില്ല. അല്ലെങ്കിൽ രാത്രിയൊക്കെ വിളിച്ച് ചോദിക്കും എന്നാ വേണ്ടത്. ബെൽഡോണ ഒരു 4 ഡോസ് കൈമ കൊടുക്കും. ബെൽഡോണ 200 ബെൽഡോണ 200 ഫെറംഫോസ് 6X മിക്സ് ചെയ്തിട്ട് അത് 2 മണിക്കൂർ ഇടവിട്ട് കൊടുക്കും. ഹൈ ഫീവർ വരുന്നതാണെങ്കിൽ ഇപ്പൊ ഒരു 104 ഒക്കെ വരുമ്പോ ഇവര് പേടിച്ചിട്ട് രാത്രി വിളിക്കും. അപ്പൊ ബെൽഡോണ 1 വെള്ളത്തിലാക്കിയിട്ട്
കഴിക്കാൻ പറയും. പിന്നെ ഒരു മരുന്നും കഴിക്കേണ്ടത്. ആ ഒരു ഞാന് എനിക്ക് വന്ന കേസിന് ബെൽഡോണ 1 ആണ് ഒരു ഡോസ് കൊടുത്തത്. ഞാന് ജസ്റ്റ് ബെൽഡോണ 1 ഈ രാത്രി വിളിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ബെൽഡോണ 1 ഒരു ഡോസ് കൊടുക്കും, 10 ഒരു ഡോസ് കൊടുത്തേക്കും. 1 രാത്രി പനി കൂടിയാണെങ്കിൽ കൊടുക്കാൻ പറയും. ഒരു 6 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറയും. പിറ്റേ ദിവസം പനി കുറഞ്ഞില്ലെങ്കിൽ മാത്രം 10 ഒരു ഡോസ് കൊടുക്കാൻ പറയും. ഞാൻ മിക്കവാറും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ടൊക്കെ മിക്കവാറും ഞാൻ പനികളൊക്കെ ബെൽഡോണ 1 മാത്രമേ കൊടുക്കാറില്ല. 10 അതിന്റെ കൂടെ ഇതുവരെ കൊടുത്തിട്ടില്ല. ഇനി കൊടുത്തു നോക്കാം. 10 ഈ 1 കൊടുത്തിട്ട് കുറയുന്നില്ല എങ്കിൽ ഒരു 6 മണിക്കൂറായിട്ടോ അല്ലെ പിറ്റേ ദിവസം അപ്പൊ രാത്രി പനി കൂടി 1 ഒരു ഡോസ് കൊടുത്തു, എന്നിട്ട് പിറ്റേ ദിവസം കുറയുന്നില്ലെങ്കിൽ 10 ഒരു ഡോസ് കൊടുത്താൽ തീർച്ചയായിട്ടും കുറയും. ഓക്കെ, താങ്ക് യു ഡോക്ടർ. അതുപോലെ എന്തോ പിന്നെ ഒരു കാര്യം, ഒരു മെഡിസിനോട് പറഞ്ഞില്ല, യൂക്കാലിപ്റ്റസ് നല്ലൊരു ആക്ഷനുള്ള മെഡിസിനാണ്. ദേഹം വേദനയൊക്കെ ഉണ്ട് യൂക്കാലിപ്റ്റസ് ശരിക്കും അതിന് തുമ്മല്, ജലദോഷവും നല്ല മൂക്കടപ്പും, അതിന് വയറുവേദന പറയോ വയറിളക്കം ഉണ്ടെങ്കിലും ശരീരം വേദനയും പനിയും ഉണ്ടെങ്കിൽ യൂക്കാലിപ്റ്റസ് നല്ല ആക്ഷൻ കിട്ടുന്നുണ്ട്. പിന്നെ ഇൻഫ്ലുവൻസ കഴിഞ്ഞിട്ടുള്ളൊരു യൂറിനറി ഇൻഫെക്ഷനും യൂക്കാലിപ്റ്റസ് നല്ലതാണ്. കൂടുതലും ജലസീമ്യത്തിന്റെ കൂടെ ജലസീമ്യത്തിന്റെ കൂടെയാണ് യൂക്കാലിപ്റ്റസ് കൂടുതലും നല്ല ആക്ഷനാണ്. അല്ലെങ്കിലും ഒരു ആദ്യത്തെ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ 1-2 ദിവസത്തേക്ക് അതിന്റെ ആവശ്യം വരുന്നുള്ളൂ. യൂക്കാലിപ്റ്റസ് അതാ കൊടുക്കുന്നില്ല, എല്ലാ മെഡിസിന്റെയും കൂടെ കൊടുക്കാറില്ല. ഇതുപോലൊരു സിംറ്റം പറഞ്ഞെങ്കിൽ മാത്രമേ കൊടുക്കാറുള്ളൂ. പക്ഷെ അത് നല്ലൊരു ആക്ഷനാണ്. പിന്നെ ഒന്നുകൂടെ മറ്റേ തുമ്മലും ജലദോഷവും ഒരുപാടില്ലാതെ വരുന്ന ബോഡി പെയിനും പനിക്കുമാണ് ബാപ്റ്റീഷ്യ ഞാൻ പറഞ്ഞത്. അത് ഡയറിയയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ഗുണം കിട്ടുന്നുണ്ട്. അപ്പൊ അത് ഓർത്തുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഓർക്കുന്നത് പറയാം. ഓക്കെ, ഞാൻ അടുത്ത ജയലളിത ഡോക്ടറെ ക്ഷണിക്കാം. നമുക്ക് ജയലളിത ഡോക്ടർ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഫീവറിന്റെ കാര്യം മാത്രമേ ആയുള്ളൂ. മഞ്ഞപ്പിത്തം, ഡെങ്കിപ്പനിയുടെ കാര്യം ഡോക്ടർ പറഞ്ഞു. പിന്നെ മഞ്ഞപ്പിത്തം കേസുകൾ വരാറുണ്ടോ, അതിനെ കുറിച്ച് ആരും ഒന്നും പറഞ്ഞില്ല. പിന്നെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇനി ജയലളിത ഡോക്ടറെ ഒന്ന് വിളിച്ചു നോക്കാം. ജയലളിത ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? മഴക്കാല രോഗങ്ങളെ കുറിച്ചുള്ള ചർച്ചയാണ്. ജയലളിത ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോ. അൺമ്യൂട്ട് ചെയ്ത ഡോക്ടറെ. അത് പൊതുവെ ഇപ്പൊ നമ്മൾ മഴക്കാലത്ത് കാണുന്നത് സാധാരണ എലിപ്പനി, പിന്നെ ഡെങ്കു, ഇങ്ങനെയൊക്കെയാണല്ലോ വന്നത്. എനിക്ക് കേസ് കിട്ടിയിട്ടില്ല എങ്കിലും അതിനൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കൊടുക്കുന്നത്, എലിപ്പനിയൊക്കെ വരണമെങ്കിൽ നക്സോമിക്കാനുള്ള ആദ്യം അതറിയാൻ പറ്റില്ല നമുക്ക് എന്താണെന്നുള്ളത്. ദിവസങ്ങൾ കഴിഞ്ഞാലല്ലേ നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. സിംറ്റം പറയുന്നത് കുളിര്, പനി, വയകയ്പ്, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ നക്സോമിക്ക ഈവനിങ് ആണ് കൊടുക്കാറ്. മോർണിംഗ് കൊടുക്കാറില്ല. ഞാൻ 2 ഡോസ് കൊടുക്കും. ഈവനിങ് 1 ഡോസ്, രാത്രി 1 ഡോസ്. 30 ആണ് കൊടുക്കണത്. ചില കേസിൽ ഒട്ടും പറ്റണില്ല, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 1 ഒരു ഡോസ് രാത്രിയും 1 ഡോസ് രാവിലെയും കഴിക്കാൻ പറയും. അതിൽ തന്നെ കൂടുതലായിട്ട് വരണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ട് അങ്ങനെയല്ല നമുക്ക് മനസ്സിലാവണത്. പിന്നെ ഡെങ്കു പോലത്തെ കേസ് ആണെന്നുണ്ടെങ്കിൽ യൂപ്പറ്റോറിയം വരും. അത് ഓൾ ഓവർ ബോഡി സിവിയർ പെയിൻ ആയിരിക്കും, ഇടിച്ചു മുറുക്കിയ വേദന ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ വന്ന കണ്ടീഷനിൽ യൂപ്പറ്റോറിയം കൂടെ കൊടുക്കും. പിന്നെ വന്നിട്ട് ഇതില് വയറിളക്കത്തിന്റെ കാര്യം പറഞ്ഞത്, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കേസ് വന്നത്, അവര് പറഞ്ഞത് ഈ സീസൺ സംബന്ധിച്ചായിട്ടും അല്ല, അവര് പുറത്തുനിന്ന് എന്തോ ഫുഡ് കഴിച്ച് വന്നിട്ട് അവര് ലേഡിക്ക് ഉണ്ടായിരുന്ന കംപ്ലൈന്റ് ആയിരുന്നു അത്. അപ്പൊ ഞാനത് കൊടുത്തത് ക്രോട്ടൻഡിക് ആയിരുന്നു. ക്രോട്ടൻഡിക്കിന്റെ ഇൻഡിക്കേഷൻ എന്ന് പറയുമ്പോൾ വയറ്റിൽ നിന്ന് പോയി കഴിയുമ്പോൾ ലൂസായിട്ട് പോണെയാണെങ്കിൽ പൊട്ടിത്തെറിച്ച് ഒരു ക്ലോസറ്റ് നിറച്ചും ഇങ്ങനെ പോണ വിധത്തിലുള്ള ഒരു സിംറ്റം പ്രത്യേകിച്ചും പേഷ്യന്റ് എടുത്ത് പറയും. അപ്പൊ അവർക്ക് ക്രോട്ടൻഡിക് ഞാൻ കൊടുക്കുകയും ചെയ്തു. കയ്യിൽ SOS ആയിട്ട് ക്യാംഫർ ഇതില് പിൽസിൽ മിക്സ് ചെയ്താണ് കൊടുത്തത്. അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കഴിക്കാൻ പറഞ്ഞ് കൊടുത്തതായിരുന്നു. അപ്പൊ അത് ആ ക്രോട്ടൻഡിക് കൊടുത്തപ്പോ ആ ഒരു ഡയറിയക്ക് നല്ലൊരു ആശ്വാസം കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് പറയണത്, ചിലവര് തൊണ്ടവേദന, തുമ്മൽ, ഒരു കരകരപ്പ്, ഇങ്ങനെ ഒരു കണ്ടീഷനാണ്. ടേസ്റ്റ് ഇല്ല, സ്മെല്ലില്ല, ഇങ്ങനെ പറയുമ്പോൾ
ഹെപ്പാർ ഇടയ്ക്കൊന്ന് കൊടുക്കാറുണ്ടായിരുന്നു. ഹെപ്പാറിന്റെ സീസൺ കഴിഞ്ഞു, ജസ്റ്റ് ഇപ്പൊ ഹെപ്പാറാണ് കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്നത് ജസ്റ്റീഷ്യ 3x കൊടുക്കുകയാണെങ്കിൽ ആ തുമ്മലും പിന്നെ വന്നിട്ട് ആ ഒരു ജലദോഷവും ആ ഒരു സ്മെല്ലിന്റെ വ്യത്യാസമൊക്കെ നമ്മൾക്ക് ആ ഒരു ജസ്റ്റീഷ്യ കൊണ്ട് 3x കൊടുത്താൽ നല്ല റിലീഫ് ഉണ്ട്. ഈ 3x ടിഞ്ചർ കൊടുത്താൽ ചിലതൊരു അഗ്രവേഷം വരുന്നുണ്ട്. അതുപോലെ തന്നെ ടിഞ്ചർ കൊടുത്താൽ കുട്ടികൾ കഴിക്കില്ല. അപ്പൊ ഞാൻ ഈ 3x എടുത്തിട്ട് ഒന്നല്ലെങ്കിൽ 5 ml അക്വായില് അങ്ങനെ കൊടുക്കും, അതല്ലാന്നുണ്ടെങ്കിൽ അത് പിൽസിലാക്കിയിട്ട് അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പൊ ആ ഒരു കഫക്കെട്ട്, ജലദോഷം ഇതെല്ലാം ആ ജസ്റ്റീഷ്യ കൊണ്ട് കവർ ചെയ്യും. പിന്നെ മറിയാമ്മ ഡോക്ടർ പറഞ്ഞ പോലെ യൂക്കാലിപ്റ്റസ് നല്ലൊരു ഉഗ്രം മെഡിസിൻ ആണ്. പക്ഷെ നമ്മൾ ടിഞ്ചർ കൊടുത്താൽ കുട്ടികൾ കഴിക്കില്ല. അപ്പൊ ഒന്നല്ലെങ്കിൽ വാട്ടർ അക്വായിൽ കൊടുക്കും, അതല്ലെന്നുണ്ടെങ്കിൽ അവരോട് അനുവാദം ചോദിക്കും, ഞാൻ പിൽസിൽ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അതിൽ കളർ വ്യത്യാസം ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല, കുട്ടികളല്ലേ കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ കൊടുക്കാറുണ്ട് ഈ യൂക്കാലിപ്റ്റസ്. പിന്നെ ബെല്ല് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അതിക്ക് മുന്നേ പറയാൻ വിട്ടുപോയത്, ആദ്യമേ വരുന്ന ഒരു കേസാണ്, ഫ്രഷ് ആണ്, മോർണിംഗ് തുടങ്ങിയോളൂ അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ തുടങ്ങിയോളൂ, ജസ്റ്റ് തുടങ്ങിയോളൂ എന്ന് പറയണമെങ്കിൽ അക്കനൈറ്റം 30 ഒരു 4 ഡോസ് കൊടുത്തിട്ട് 5 മിനിറ്റ്സ് ഇന്റർവെൽ വെച്ച് കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യാൻ പറയും. അത് 4 ഡോസ് 20 മിനിറ്റിനുള്ളിൽ തീരും. തീർന്നിട്ട് അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് കുറഞ്ഞില്ലെങ്കിൽ മാത്രം SOS ആയിട്ട് ബെല്ല് കൊടുക്കാറുണ്ട്. ആ ബെല്ല് കൊടുക്കുകയാണെങ്കിൽ ആ ഹെഡേക്കും ആ ത്രോട്ട് പെയിനും ആ ഒരു കൺജഷനും ആ റെഡ്നെസ്സും ആ ഫീവറും എല്ലാം അങ്ങോട്ട് കുറഞ്ഞു കിട്ടും. പിന്നെ അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ട്യൂബർകുലിനം 1 നൈറ്റ്, കുട്ടികൾക്കാണെങ്കിൽ 30 കൊടുക്കാറില്ല, ഞാൻ ഡോസ് കൂട്ടി കൊടുക്കാറില്ല. അപ്പൊ അങ്ങനെ ചിലത് കൊടുക്കാറുണ്ട്. അത് ആ സിംറ്റം അനുസരിച്ചിട്ടാണ് ഞാൻ അത് കൊടുക്കുന്നത്. ചില കേസിൽ നക്സോം കൊടുക്കും 1, ചില കേസിൽ ട്യൂബർകുലിനം 1 കൊടുക്കും. അത് ആ കണ്ടീഷൻ അനുസരിച്ചിട്ട് നോക്കിയിട്ടാണ് അങ്ങനെ പോവാറ്. പിന്നെ വന്നിട്ട് വയറുവേദനയും പനിയും വല്ലാത്ത ബുദ്ധിമുട്ടും ഹൈ ടെമ്പറേച്ചറും വരികയാണെങ്കിൽ ചില കേസിൽ പൈറജൻ 200 നല്ല ആക്ഷൻ കിട്ടാറുണ്ട്. ഇത്രയൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഓക്കെ, താങ്ക് യു. ഓക്കെ ജയലളിത ഡോക്ടർ, ഇനി ഏതെങ്കിലും ഓർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ തിരിച്ചു വരണം. ഓക്കെ. ഓക്കെ, നമ്മൾ ഈ മെഡിസിൻ എല്ലാം പറഞ്ഞപ്പോഴും ഹൈ ടെമ്പറേച്ചർ ഉൾപ്പെടെ ബോഡി പെയിനും കുറച്ച് റെസ്റ്റ്ലെസ്നെസ് ഒക്കെ ഉണ്ട്. റെസ്റ്റോക്സ് ടെമ്പറേച്ചർ കുറയാനും ഉപകരിക്കും. റെസ്റ്റോക്സിന്റെ വരണുള്ളല്ലോ ഡോക്ടറെ, മഴ തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ കൊടുത്തു. മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരിടയ്ക്ക് വെച്ചുള്ള ഹൈ ഫീവർ റെസ്റ്റോക്സ് അത് സിംറ്റം കൂടെ അനുസരിച്ചാണ്. കുറച്ച് കൊച്ചുങ്ങളാണ് പനിയെ കൊണ്ടതിൽ ഓടിച്ചാടിയൊക്കെ കളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കാലുവേദനയൊക്കെ പറയുന്നു എന്ന് പറയുകയാണെങ്കിൽ റെസ്റ്റോക്സ് ടെമ്പറേച്ചർ കുറയ്ക്കാനും സഹായിച്ചിട്ടുണ്ട്. വിയർപ്പ് കൂടുതലുണ്ടായിരുന്നല്ലോ, വിയർപ്പ് കൂടുതലുള്ള സമയത്തും റെസ്റ്റോക്സ് നല്ല ഗുണമാണ്. റെസ്റ്റോക്സ് ഇൻഡിക്കേറ്റഡ് ആയിരുന്നു. റെസ്റ്റോക്സ് കൊടുത്തിട്ട് ബെല്ല് കൊടുക്കാത്തിട്ട് കുറയാതെ റെസ്റ്റോക്സ് കഴിച്ചപ്പോ പെട്ടെന്ന് അത് എനിക്ക് തന്നെ അനുഭവം ഉള്ളതാണ് കേട്ടോ. റെസ്റ്റോക്സ് കഴിച്ചപ്പോഴാണ് എന്റെ ടെമ്പറേച്ചറും എന്റെ അസ്വസ്ഥതകളും മാറിയത്. പിന്നെ ഇതുവരെ വന്നിട്ടുമില്ല, കുറച്ച് നാളായി. അപ്പൊ അതുകൊണ്ട് റെസ്റ്റോക്സിനെ ആരും മറക്കരുത്. റെസ്റ്റോക്സ് ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൂട് വരെ കുറയും, എത്ര ചൂടുണ്ടെങ്കിൽ. അപ്പൊ ഇനി നമുക്ക് ദേവൻ ഡോക്ടർ കയറിയിട്ടുണ്ട്. ദേവൻ ഡോക്ടറെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാമോ? ദേവൻ ഡോക്ടർ അൺമ്യൂട്ട്. ഡോക്ടറെ സംസാരിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചു. നമസ്കാരം. ഇതില് ഇപ്പോ മഴക്കാല രോഗങ്ങൾ ഇന്ന് ഞാൻ അറിഞ്ഞായിരുന്നു, സബ്ജക്റ്റ് അറിഞ്ഞായിരുന്നു, അല്ല അറിയാതെ കയറിയതല്ല, അറിഞ്ഞായിരുന്നു. പിന്നെ അന്ന് കയറാൻ താമസിച്ചു പോയെന്നേ ഉള്ളൂ. പിന്നെ മഴക്കാല രോഗങ്ങളിൽ നമ്മളിപ്പോ ഹൈഡ്രജനോയിഡ് കോൺസ്റ്റിറ്റ്യൂഷൻസ് നമുക്കറിയാമല്ലോ. അതിൽ കൂടുതലായിട്ട് നമ്മൾ വരുന്ന മെഡിസിൻ ഡൽക്കാമറയാണ് ഏകദേശം എല്ലാത്തിനും വരുന്ന. മെഡോറിനം, നാട്രം സൾഫ്, തൂജ, അരേണിയ, റെസ്റ്റോക്സ്, ആന്റിൻക്രൂഡ്, ആന്റിൻഡാർട്ട്, ആർണിക്ക, നാട്രമോർ, നൈട്രിക് ആസിഡ്, ഇത്രയൊക്കെ മെഡിസിൻ ഹൈഡ്രജനോയിഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ വരാറുണ്ട്. അതിലെ ഈ അരേണിയയുടെ ഒരു കേസ് ഞാൻ പണ്ടിവിടെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ പഠിച്ച ഒരാൾക്ക് പനി. അപ്പം പനി 3-4 ദിവസമായിട്ട് പനിക്ക് മരുന്ന് കൊടുക്കുകയാണ്. മരുന്ന് കൊടുത്തപ്പോൾ ഇയാൾക്ക് ഒരു കുറവുമില്ല. എല്ലാ ദിവസവും ഒരു വൈകുന്നേരം ആകുമ്പോൾ ഇയാൾ വന്നിട്ട് പറയും, ഭയങ്കര കുളിര്, ഭയങ്കര പനി, ഒരു കുറവുമില്ലെന്ന്.
അവസാനം എനിക്ക് മടുത്തു. ഞാനിത് IPHന്റെ ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പം 4-ാമത്തെ ദിവസം ഇയാൾ വന്ന് വരുമ്പോഴേ നല്ല ഉറക്കെ സംസാരിക്കും. ഒരു കുറവും ഇല്ലെന്നും പറഞ്ഞാ വരുന്നത്. അപ്പൊ എന്നെ പേരാ വിളിക്കണം. ഞങ്ങള് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച, ഒരു കുറവില്ല ദേവ എന്നും പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ അരേണിയ കൊടുത്താടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ കൊടുത്തില്ല. അരേണിയ എന്ത്? പോയി വായിച്ചു നോക്കിയിട്ട് കൊടുക്കാൻ പറഞ്ഞു. അച്ഛൻ ഒരിക്കലും പറഞ്ഞു അരേനിയ തരത്തില്ല. അരേനിയ ഡയാഡിമ. അതന്നെ സ്പൈഡർ ഓക്കെ സ്പൈഡർ പേഴ്സൺ ആയിട്ടുണ്ടല്ലോ നമുക്ക്. ഓക്കെ അറിയാം. മാർക്കഡ് പീരിയോഡ്സിറ്റി അതിന്റെ ഒരു സിംറ്റാണ് മാർക്കഡ് പീരിയോഡ്സിറ്റി. അപ്പോൾ ആ അരേണിയ ഡയാഡിമയാണ്. അപ്പൊ അച്ഛൻ അച്ഛൻ അങ്ങനെയാണ് പണ്ടും. ഇത് ഞങ്ങൾ പഠിക്കേണ്ടതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു തരത്തില്ല, എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു തരത്തില്ല. പോയി അരേണിയ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അരേണിയ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പോയി കൊടുത്തു. കാരണം നമ്മൾ അവിടെ എല്ലാം വിട്ട് നിൽക്കുക, നല്ല തെറ്റ് നിൽക്കുക. ഈ അന്നും ക്രിട്ടിക്കൽ മൈൻഡ് ഉണ്ടെങ്കിൽ ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലല്ലോ. നമ്മളാകെ എന്തെങ്കിലും ഒന്ന് കൊടുത്ത്, അല്ലെങ്കിൽ ഇയാൾ വരാതിരുന്നാൽ മതി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇയാൾ വരികയും ചെയ്യും. ചുമയുണ്ട്. അപ്പൊ എന്തായാലും അരേണിയ ഞാൻ കൊടുത്തു. ആ അരേണിയ പിറ്റേ ദിവസം അയാൾ പറഞ്ഞു, ഈ മരുന്നെന്താ നേരത്തെ തരാതിരുന്നെന്ന് ചോദിച്ചിട്ടാണ് പിറ്റേ ദിവസം വരുന്നത്. പിന്നെയാണ് ഞാൻ അതിന്റെ ഭയങ്കര ചില്ലിനെസ് ആണ്. പിന്നെ ഡാമ്പ് കണ്ടീഷണർ ഈ പറഞ്ഞ മഴക്കാലത്താണ് അത് കൂടുന്നത്. അപ്പോൾ ആ ഒരു ഇന്റേണൽ കോൾഡ്നെസ് ബോണിന് വരെ ഇത് വരുമെന്നാണ് പറയണത്, അതിന്റെ കുളിര്. അങ്ങനെയാണ്. എന്താണ് കുളിരുണ്ട് അല്ലേ? ഭയങ്കര കുളിര്. ഇയാൾ വരുമ്പോഴേ പറയല്ലോ, കുളിർന്ന് വിറച്ചാണ് വരുന്നത്. അപ്പോ ഇത് കണ്ടിട്ട് ഈ പീരിയോഡ്സിറ്റി അയാളെ കൃത്യം ഒരേ സമയത്ത് എല്ലാ ദിവസവും വന്നോണ്ടിരുന്നത് വൈകുന്നേരം. അതൊന്നും അന്ന് നോക്കാൻ പ്രാക്ടീസ് തുടങ്ങിയ സമയമാണ്. അത് പീരിയോഡ്സിറ്റി ആണ് എന്ന് തിരിച്ചറിയാനുള്ള വിവരം അന്ന് മനസ്സിലായില്ല. എന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമായി പറയണം. അപ്പോ ഇത് അവരാണെങ്കിൽ കക്ക വാരുക എന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. കായലിൽ പോയി, അപ്പൊ ആ വെള്ളത്തിലാണ് അവരുടെ ജോലി തന്നെ. ഇതൊരു മഴക്കാലവും കൂടിയാണ്. ഇതുപോലെ തുടർച്ചയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ഇപ്പൊ ഇവിടെ 2-3 ദിവസമായിട്ട് തുടർച്ചയായിട്ട് മഴയുണ്ട്. എല്ലായിടത്തും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ഈ ഹൈഡ്രജനോട് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ അരേണിയയുടെ പീരിയോഡ്സിറ്റി ഉണ്ട്, പനി ഏകദേശം ഒരേ സമയത്താണ് വരുന്നതെങ്കിൽ, കുളിരും ഉണ്ടെങ്കിൽ, ഭയങ്കര കുളിര്, അതായത് ചിൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചിൽനെസ്, അതുണ്ടെങ്കിൽ അതിന് നമുക്ക് ഈ അരേണിയ വളരെ നല്ല മെഡിസിൻ. അത് നമ്മൾ സാധാരണ പനി വന്നാൽ അതൊന്നും ആ മരുന്നൊന്നും ചിന്തിക്കത്തുമില്ല. ഇല്ല അത് ചിന്തിക്കാത്തൊരു മരുന്നാണ്. അത് ശരിയാണ്, ചിന്തിക്കാറില്ല. പക്ഷെ ഇത് സംഭവം ഈ ഞങ്ങളുടെ നാട്ടിൽ പറയുന്നല്ല, വെടി കൊണ്ടതുപോലെ ഏറ്റെന്ന് പറയും. പിന്നെ ഡൽക്കാമറ നമ്മൾക്കറിയാം, പല്ലുവേദനയ്ക്ക് കൊടുക്കാറുണ്ട്. മഴക്കാലത്ത് തലവേദനയ്ക്ക് കൊടുക്കാറുണ്ട്. പിന്നെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നതിന് ഈ ഇത് കൊടുക്കാം. മഴക്കാലത്താണെങ്കിൽ കൊടുക്കാം. മൂക്കടപ്പിന് കൊടുക്കാം മഴക്കാലത്ത് വരുന്ന. പിന്നെ ഡൽക്കാമറ പൊതുവെ നമുക്കറിയാമല്ലോ, മഴക്കാലത്തുള്ള വയറിളക്കത്തിന് കൊടുക്കാം. വയറിളക്കത്തിന് ഇപ്പോൾ ഒരു കോസ് ഉണ്ടെങ്കിൽ, ഞാൻ അതിനിടയ്ക്ക് മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോൾ എനിക്ക് വരുന്ന പനിയിൽ ഞാൻ കൂടുതലായിട്ട് കൊടുക്കുന്ന റെസ്റ്റോക്സും ആഴ്സും നക്സോമാണ്. നക്സോം ഈ മഴക്കാലത്ത് നന്നായിട്ട് ആക്ട് ചെയ്യുന്ന, അതിന്റെ മെറ്റീരിയൽ അടിക്കാരിൽ പറയുന്നുണ്ട്, മഴക്കാലത്ത് നന്നായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു മെഡിസിനാണ്. ഇപ്പോൾ വരുന്ന പനികളെല്ലാം തന്നെ ഈ ഏതെങ്കിലുമൊക്കെ മെഡിസിൻ കൊടുക്കുമ്പോൾ അപൂർവം മാറ്റി കൊടുക്കേണ്ടി വരാറുണ്ട്. പനി എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് വരുന്നതിന് തിന്നിന ആഴ്സാണ് കൃത്യമായിട്ട് അങ്ങനെ പറയുന്നത്, മഴക്കാലത്ത് വരുന്നത്. പക്ഷെ മെറ്റീരിയൽ മെഡിക്കയിൽ നമ്മൾ നോക്കിയാൽ നക്സോം പനിക്ക് കൊടുക്കാം. നക്സോം എന്തായാലും എനിക്ക് കൊടുത്ത കേസുകളൊന്നും ആഴ്സും റെസ്റ്റോക്സും ഞാൻ 3 കൂടിയാണ് പലപ്പോഴും കൊടുത്തിരിക്കുന്നത്. ഒറ്റ മെഡിസിനായിട്ട് ആർക്കും കൊടുത്തിട്ടില്ല ഇത്തവണത്തെ പനിക്ക്. ഇത്തവണയല്ല, നേരത്തെയും കൊടുക്കാറില്ല. അപ്പോൾ എന്തായാലും ഒരു ദിവസം കൊണ്ട് പനി മാറും. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇത് കോവിഡ് ആണോന്ന്. ഭയങ്കര ശരീരം വേദന, അത് ആദ്യത്തെ പേഷ്യന്റ് ശബരിമല, ഇത്തവണത്തെ മറ്റേ 1-ാം തീയതി ശബരിമല പോയിട്ട് വന്ന ഒരു പേഷ്യൻ്റാണ്. ശബരിമല പോയിട്ട് വന്നപ്പോൾ ചെറിയ മഴ ഉണ്ടായിരുന്നു, മഴ നനഞ്ഞു. അപ്പോൾ എല്ലാ ഇതും ഉണ്ടായിരുന്നു. അവിടെ ഇച്ചിരി തണുത്ത വെള്ളം, ആദ്യമേ അങ്ങോട്ട് പോയപ്പം ചൂടായിരുന്നു. അപ്പം ചൂടത്തെ വലിയ തണുപ്പില്ലായിരുന്നു. ഇപ്പോൾ ഒരു തണുത്ത വെള്ളം ഒരു കടയിൽ നിന്ന് വാങ്ങി കഴിച്ച്. അപ്പോൾ ഇവൻ്റെ ഭയങ്കര ക്ഷീണം,
അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ക്ഷീണം എന്ന് പറഞ്ഞാൽ ഭീകരമായ ക്ഷീണം. ഞാൻ പറഞ്ഞു ഇത് കഴിച്ചിട്ട് കുറവില്ലെങ്കിൽ വൈകുന്നേരം തന്നെ വന്ന് വിവരം പറയണം, നമുക്ക് ബ്ലഡ് നോക്കണം. എനിക്ക് ഇപ്പോൾ ഈ ജോണ്ടിസ് ആണോ എന്ന് സംശയമുണ്ട്. കാരണം ഈ ഒരിക്കൽ ഇവിടെ അർത്തുങ്കൽ പള്ളി പെരുന്നാളിന് ഒരു ഏരിയയിൽ നിന്ന് വെള്ളം കുടിച്ചവർക്കൊക്കെ ജോണ്ടിസ് വന്നു. എനിക്കും കിട്ടി 10-20 കേസ്. 10-20 കിട്ടിയുള്ളൂ. ഇവിടെ ആയിരങ്ങൾ പങ്കെടുക്കുന്നതാണ്. എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ നിന്നുള്ളവരുടെ കിട്ടുള്ളൂ. 10-20 കേസ് എനിക്കും കിട്ടി. അപ്പൊ എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവരും ഞാനിങ്ങനെ നമ്മളിങ്ങനെ ചോദിക്കുമല്ലോ നിങ്ങൾ, അപ്പൊ നമ്മുടെ ചേർത്തലയിൽ ചെല്ലുന്നവര് ആദ്യം കാണുന്ന ഒരു കടകളൊക്കെ ഉണ്ടല്ലോ, അവിടെ നിന്ന് എവിടെയെങ്കിലും ആയിരിക്കും അവർ വെള്ളം കുടിച്ചിരിക്കും. അപ്പോൾ അതെന്തോ ഇതായിരുന്നു. അപ്പം പിന്നെ അന്ന് അതുപോലെ ഇവന്റെ ഭയങ്കര ഈ ക്ഷീണം, നല്ല ഒരു +2 പഠിക്കുന്ന പയ്യൻ. അപ്പൊ അത്രയും ക്ഷീണം, നല്ല എനർജറ്റിക് ആയിട്ടുള്ള പയ്യൻ, ഇത്രയും ക്ഷീണം വരണമെങ്കിൽ എന്തായിരിക്കും. പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല. ഒറ്റ ദിവസം മരുന്ന് കൊടുത്തപ്പോൾ തന്നെ സംഭവം ബ്ലഡ് പോലും നോക്കിയില്ല. നമ്മുടെ സ്ഥിരം പേഷ്യന്റ്, ഇത് കൊറോണ ആണോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞ കാര്യം, ഇപ്പോൾ സ്ഥിരം പേഷ്യന്റ് വരുന്നവരെ നമ്മൾ ആദ്യമേ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നില്ല. അത് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് എന്ന് നമുക്ക് വേണേൽ പറയാം. പക്ഷെ എന്തോ ഞാൻ അങ്ങനെ ചെയ്തില്ല. പിന്നെ ഡൽക്കാമറയാണ് നമ്മളിപ്പോൾ പറഞ്ഞോണ്ടിരുന്നത്. അതിനിടയ്ക്ക് ആണ് ഇപ്പൊ കൊടുക്കുന്ന മരുന്നിനെ കുറിച്ച് പോയത്. പിന്നെ ആസ്മാറ്റിക് റെസ്പിറേഷനും പിന്നെ ഇത് വരാറുണ്ട്, ഈ പിന്നെ ഡൽക്കാമറ വരാറുണ്ട്. അലിയം സപ്പയുടെ പെയിൻ അറിയാമല്ലോ, ഒരു ന്യൂറാൾജിക് പെയിൻ ആണ്. പല്ലുവേദനയ്ക്ക് അലിയം സപ്പ മഴക്കാലത്തുണ്ടാകുന്ന പല്ലുവേദനയ്ക്ക് നല്ലൊരു മരുന്നാണ്. പിന്നെ കാല് നനയുക എന്ന് പറയുമ്പോൾ നമ്മൾ കാല് നനയാന്നൊന്നും പേഷ്യന്റ് ഒന്നും പറയത്തില്ല. കുടയും പിടിച്ചേണ്ട മഴയത്ത് പോയോ ഒന്ന് ചോദിക്കുമ്പോൾ കാല് മാത്രമേ നനയുള്ളൂ. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ മതി. അല്ലാതെ ഈ ഗെറ്റിംഗ് ഫീറ്റ് വെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫൽസാറ്റിലേക്ക് നമ്മൾ പറയില്ല, സപ്രഷൻ ഓഫ് മെൻസസ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഒരു മെഡിസിനിലാണ് ഗെറ്റിംഗ് ഫീറ്റ് വെറ്റ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതൊക്കെ പണ്ടൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെയാണല്ലോ കണ്ടുപിടിക്കുന്നത്. ഞാൻ ചോദിക്കും, അപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ സ്ത്രീകളൊക്കെ കുളത്തിൽ പോയി അലക്കണം. അപ്പോൾ അത് കുറേ സമയം കുളത്തിൽ പോയി നിന്നിട്ടാണ് അത് കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടായെങ്കിൽ ഞാൻ ചോദിക്കും ഇന്നലെ അലക്കിയോ? അപ്പൊ ആ കുളത്തിലാണോ പോയി അലക്കണേ? കുളത്തിൽ പോയാണ് എല്ലാവരും അലക്ക് കല്ല് കാണും. അപ്പൊ അവിടെ പോയി നിന്നിട്ട് വെള്ളത്തിൽ നിന്നിട്ടേ ആയിരിക്കും, വെള്ളത്തിൽ കുറച്ച് മുട്ടോളം വെള്ളത്തിൽ നിന്നിട്ടാണ്. അപ്പൊ അത് ഗെറ്റിംഗ് ഫീറ്റ് വെച്ച് നമ്മളങ്ങനെ ഇത് കൊടുക്കാറുണ്ട്. ഇവിടെ അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നതല്ല, മഴ നനഞ്ഞാൽ മതി. കുട പിടിച്ചോണ്ട് അവരോട് മഴ നനഞ്ഞാന്ന് ചോദിക്കരുത്. ചോദിച്ചാൽ അവർ പറയില്ല എന്ന് പറയുള്ളൂ, കാരണം അവർ കുട പിടിച്ചിട്ടാ പോയിരിക്കുന്നത്. പക്ഷെ ഈ ഫീറ്റ് എന്തായാലും നനയും മഴയത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ അലിയം സപ്പ കൊടുക്കാം. പിന്നെ അലിയം സപ്പയുടെ ഒരു പെയിൻ അറിയാമല്ലോ നിങ്ങൾക്ക്, ഈ ലാരിങ്സിൽ ഉണ്ടാകുന്ന പെയിൻ. ഇപ്പോൾ കത്തി കൊണ്ട് കീറിയത് പോലത്തെ ഒരു പെയിൻ ഉണ്ട്, ഭയങ്കര. അല്ല, അതാണ് കത്തി കൊണ്ട് കീറുമ്പോൾ ആൾക്കാർ ലൈനൊന്നും ഒന്നും പറയത്തില്ല. ഇവിടെ എന്തോ ഒരു കത്തിയോ ഒരു ബ്ലേഡോ വെച്ച് കീറിയത് പോലെ എന്ന് പറയും. എന്നുവെച്ചാൽ ഒരു കറക്റ്റ് ആയിട്ട് ഒരു ലൈനിൽ കൂടി ഒരു പെയിൻ വരും. ലൈനിലേക്ക് പെയിൻ നമുക്ക് ഹൈപ്പറിക്കം ഉണ്ട്, വേറെ ഉണ്ടല്ലോ, വേറെ ഉണ്ട്, പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല, എന്തെങ്കിലും ആട്ടെ. അങ്ങനെ അലിയം സപ്പായും ലൈനിലേക്ക് പെയിൻ ആണ്. അപ്പോൾ അത് ലാരിങ്സിൽ ഉണ്ടാകുമ്പോൾ, ലാരിങ്സിൽ അങ്ങനെ ഒരു പെയിൻ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ചിന്തിക്കാവുന്ന ഒരു മെഡിസിൻ, അത് ചുമയ്ക്കുമ്പോഴാണെങ്കിൽ പ്രത്യേകിച്ച് ചുമയ്ക്കുമ്പോൾ അവർ പറയും ഓ മുറിയുന്ന പോലത്തെ വേദന എന്ന് പറയും. ഈ ലൈനെന്നൊന്നും പറയാറില്ല, മുറിയുന്ന പോലത്തെ വേദന എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ നമുക്ക് അലിയം സപ്പ കൊടുക്കാം. പിന്നെ നാട്രസൾഫ് എല്ലാവർക്കും അറിയാവുന്നതാണ്. നാട്രസൾഫ് എന്ന് പറയുന്നത് മെനിഞ്ചൈറ്റിസിന് വരെ കൊടുക്കാവുന്നതാണ്. മഴക്കാലത്ത് ഉണ്ടാകുന്ന മെനിഞ്ചൈറ്റിസിന് കൊടുക്കാം, പല്ലുവേദനയ്ക്ക് കൊടുക്കാം, വയറിളക്കത്തിന് കൊടുക്കാം. പിന്നെ എന്താ, മഴക്കാലത്തുണ്ടാകുന്ന ചുമ, അത് പ്രത്യേകിച്ച് വൂപ്പിംഗ് കഫിന് നാട്രസൾഫ് വരാറുണ്ട്. ചുമയ്ക്ക് പൊതുവെ നാട്രസൾഫ് നമ്മൾ മഴക്കാലത്ത് കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണല്ലോ. ആഴ്സും നാട്രസൾഫും ഒരു കോമ്പിനേഷൻ ആണല്ലോ. ആഴ്സും കൊടുക്കും, നാട്രസൾഫും കൊടുക്കും. പിന്നെ ഒരു ഡോസ് തൂജയും കൂടി കൊടുക്കും. തൂജ കൊടുക്കണം എന്ന്, തൂജ കൊടുത്തില്ലേലും മാറും. തൂജ കൊടുക്കുന്നത് നമ്മുടെ ഒരു ഇതിൻ്റെ അത് കൃത്യമായിട്ട് ചില ഓതേഴ്സ് പറയുന്നുണ്ട്, ചില മെറ്റീരിയൽ മെഡിക്കൽ ഓതേഴ്സ് പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും അപ്പൊ അവിടെ സിംറ്റം ഉണ്ടോ തൂജയുടെ എന്നൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല, അത് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരവരുടെ എക്സ്പീരിയൻസിൽ നിന്നല്ല പറയണേ. അവര് ആർട്സ് കൊടുത്തു, നാട്രസൾഫ് കൊടുത്തു, കുറയാതെ വരത്തില്ല കേട്ടോ, കുറയും, കറക്റ്റ് ആണെങ്കിൽ കുറയും. എന്നാലും അതിനൊരു കംപ്ലീറ്റ്
ക്യൂർ വരത്തില്ല. കുറയുക എന്ന് പറഞ്ഞാൽ റിലീഫ് അല്ലേ ആകുന്നത്. ക്യൂർ വരുത്താനായിട്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ ഒരു ഡോസ്. ഇത് എന്നോട് ഈ മറ്റേ ജോൺ സാറ് പറഞ്ഞിട്ടുണ്ട്. ജോൺ സാറ് ഇങ്ങനെ ഒരിക്കൽ ഞാനൊരു ആർട്ടിക്കിൾ, ഓർഗനോളെ കുറിച്ച് ആർട്ടിക്കിൾ എഴുതിയപ്പോൾ സാറ് അതിനെക്കുറിച്ച് വളരെ നല്ല രീതിയിൽ കമന്റ് ചെയ്ത, സീനിയേഴ്സിൽ നിന്നുള്ള എല്ലാവരും അന്ന് ഞാൻ അത്ര പോരാ, ഇത് പോരാ. അപ്പൊ നമ്മള് ഇവനാരാ ഓർഗനോ എഴുതാൻ എന്നുള്ളൊരു മനോഭാവമായിരുന്നു എല്ലാവർക്കും. അപ്പൊ ഇവിടുത്തെ സീനിയർ മോസ്റ്റും ISKയുടെ ഓഫീസ് വർഷങ്ങളോളം, ആദ്യകാലത്ത് ISKക്ക് ഇത്ര സാമ്പത്തികമൊന്നും ഇല്ലാന്നില്ല, വർഷങ്ങളോളം ഇദ്ദേഹത്തിന്റെ ക്ലിനിക്കിന്റെ അഡ്രസ്സിലാണ് പ്രവർത്തിച്ചിരുന്നത്. ആദ്യത്തെ CCH മെമ്പറാണ്. അപ്പൊ അദ്ദേഹം ഞങ്ങൾക്ക് മാത്രമായിട്ടൊരു ക്ലാസ്സിൽ ഒരു ക്ലാസ്സിലും അങ്ങേര് പോകാറില്ല, എന്ന് വെച്ചാൽ ക്ലാസ് എടുക്കാനായിട്ട്. പക്ഷെ ഞങ്ങളുടെ ഇതിന് വന്ന് അത് വലിയ ഇഷ്യൂ ഒക്കെ ഏതാണ്, എന്നാ ISK വിട്ടു നിന്നാണ് ഞങ്ങളത് ചെയ്തെന്നും പറഞ്ഞിട്ട് എന്തിന് ഇങ്ങേര് പോയെന്നും പറഞ്ഞിട്ട് ഇങ്ങേർക്കെതിരെ വലിയ അതല്ല, അന്നത്തെ നേതൃത്വത്തിലിരുന്ന ചില വിവരദോഷികൾ എന്നിട്ട് ഇദ്ദേഹത്തിന്റെ മകൻ എന്നെ വിളിച്ച, മകൻ ഇപ്പോഴും മകനുണ്ടല്ലോ, മകനിത് ഓർമ്മയുണ്ടാവും. അപ്പൊ എന്നെ വിളിക്കുകയും പിന്നെ ഞാൻ അതിനെ കൃത്യമായിട്ട്, ഞങ്ങൾ അന്ന് എല്ലാത്തിന്റെയും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളെന്തോ അദ്ദേഹത്തിന് അപ്പൊ വീഡിയോ ചെയ്ത് അദ്ദേഹം വളരെ സന്തുഷ്ടനായിട്ടാണ് അവിടുന്ന് മടങ്ങുന്നത്. അപ്പൊ ഇവര് പ്രചരിപ്പിച്ചു. അദ്ദേഹത്തിന് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് പനി വന്നപ്പോൾ ഞങ്ങൾ അവിടെ കൊണ്ട് അദ്ദേഹത്തെ എന്തോ ഭീഷണിപ്പെടുത്തി എന്നുള്ള രീതി ഞാൻ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ വീഡിയോ തരാമെന്ന് പറഞ്ഞു. അതോടുകൂടി നിന്നു. ഇതിപ്പോ ഞാനിവിടെ പറയേണ്ടതല്ലെങ്കിലും നമ്മൾ ചിലപ്പോഴൊക്കെ മനസ്സിലറിയാതെ തികട്ടി വരുമല്ലോ, നമ്മൾ നല്ല കാര്യത്തിന് ഇറങ്ങി ചെല്ലുമ്പോൾ. അദ്ദേഹം എന്തായാലും, അപ്പൊ അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈ ടോൺസിലൈറ്റിസ് വരുമ്പോൾ നമ്മൾ ബറീറ്റ കാർബ് കൊടുത്താൽ മാറും, പക്ഷെ ചിലപ്പോൾ അത് ട്യൂബർക്കുലിനും കൂടി കൊടുക്കണം എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. അതൊക്കെ അതാണ് നമ്മളെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. നമ്മൾ മഴക്കാല രോഗങ്ങളിൽ നിന്ന് മാറി പോകുന്നു. പിന്നെ അർട്ടിക്കേറിയയ്ക്ക് മഴക്കാലത്ത് റെസ്റ്റോക്സ് വളരെ നല്ല മെഡിസിനാണ്. പിന്നെ റെസ്റ്റോക്സിന്റെ ഡൽക്കാമ്രയും വളരെ നല്ല മെഡിസിനാണ്. ഡൽക്കാമ്ര നേരത്തെ പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞായിരുന്നു. പിന്നെ കാലുവേദന, കൈവേദന, തലവേദന, അതിനൊക്കെ ഈ റെസ്റ്റോക്സ് നല്ല മെഡിസിനാണ്. പിന്നെ മറ്റേ നമ്മൾ ഓക്സിപിറ്റൽ പെയിനിന് സാധാരണ കൊടുക്കുന്ന ജൽസീമിയം, പിക്രിക് ആസിഡ് ഒക്കെ ആണല്ലോ ഓക്സിപിറ്റൽ പെയിന് കൊടുക്കണം, പെട്രോളിയം. പക്ഷെ അത് കൂടാതെ നമുക്ക് കൊടുക്കാവുന്ന ഒരു മെഡിസിനാണ് മഴക്കാലത്താണെങ്കിൽ റെസ്റ്റോക്സ്. ഓക്സിപിറ്റൽ പെയിൻ അല്ല, സാധാരണ നമ്മൾ അങ്ങോട്ട് പെട്ടെന്ന് പോകണ ജൽസീമിയം, പിന്നെ ഇങ്ങനെയൊക്കെയാണല്ലോ പെട്ടെന്ന് അങ്ങ് പോകണം, പെട്രോളിയം, പിക്രിക് ആസിഡ്, ഇതൊക്കെയാണല്ലോ പോകണം പെട്ടെന്ന്. ഞാൻ പറഞ്ഞത് അതല്ല, നമ്മളെല്ലാം അങ്ങോട്ട് വലിയ കേസ് എടുത്തിട്ടല്ലല്ലോ. തലവേദന എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അത് പിൻഭാഗത്താണ്, ഹോസ്പിറ്റൽ രീതിയാണെന്ന് പറയും. പക്ഷെ മഴക്കാലത്താണെങ്കിൽ റെസ്റ്റോക്സും വരാം. നേരത്തെ ഡൽക്കാമറയുടെ പറഞ്ഞതുപോലെ മൂക്കിൽ നിന്ന് രക്തം വരുന്നത് റെസ്റ്റോക്സിനും വരാറുണ്ട്. പിന്നെ ഡയറിയയ്ക്ക് നല്ല മെഡിസിനാണ്. ഈ കാല് നനഞ്ഞു കഴിഞ്ഞാൽ, അതായത് കുടയും പിടിച്ചുകൊണ്ട് നടന്നിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കാല് നനഞ്ഞതിന് ശേഷം മൂത്രം റീടെൻഷൻ ഉണ്ടാകുകയാണെങ്കിലും പിന്നെ നമ്മുടെ റെസ്റ്റോക്സ് വളരെ ഫലപ്രദമായിട്ട് അത് അയക്കും. പിന്നെ ഈ കാലത്ത് പിന്നെ വേറെ വരാവുന്ന കേസുകൾ അത്തക്കേറിയാൻ ഞാൻ പറഞ്ഞു. ഇപ്പൊ സ്കിൻ കംപ്ലൈന്റ്, മാക്കാർബ് ഇച്ചിങ്ങിന് വളരെ, മഴക്കാലത്ത് ഉണ്ടാകുന്ന ഇച്ചിങ്ങിന് മാക്കാർബ് വളരെ നല്ലതാണ്. മഴക്കാലത്ത് വരുന്ന ഇച്ചിങ്ങിന് നല്ലതാണ്. പിന്നെ ഇതിപ്പോ ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ സബ്ജക്റ്റ് ഇന്നതാണെന്ന് അറിഞ്ഞത് കൊണ്ട് ആണ് ഈ കുറെ മെഡിസിൻ ഇങ്ങനെ കൊണ്ടുവച്ചു. പിന്നെ കേസുകൾ വേറെ, ഡിസീസ് വേറെ ഏതൊക്കെയാണ് വരാൻ സാധ്യതയുള്ള? വേറെ പനിയാണല്ലോ, പനി, മഞ്ഞപ്പിത്തം, വേറെ കോളറ, ടൈഫോയിഡ്. കോളറ എവിടെയോ ഒക്കെ ഉണ്ടെന്ന് ഞാൻ പത്രത്തിലൊക്കെ വായിച്ചല്ലോ. കോളറ ഒരാൾ മരിച്ചില്ലേ? കോളറാക്ക് നമ്മുടെ ഹനുമാൻ തന്നെ കൊടുത്തേക്കണ കുപ്പറം വെച്ച് വെറാട്രാൽബ് ക്യാൻസർ ഹനുമാൻ തന്നെ കൊടുത്ത ഇതുള്ളതും ഉണ്ടായിരിക്കും, ക്രാംസ്. ഡീഹൈഡ്രേഷൻ വരാതെ ആണെങ്കിൽ പോലും ക്രാംസ് വരും. കാരണം ഈ കോളറ വരുമ്പോൾ ക്രാംസ് വരും. അദ്ദേഹം അന്ന് ഏഷ്യാറ്റിക് കോളറ ഉണ്ടായപ്പോൾ ഈ 3 മെഡിസിൻ കൊണ്ടാണ് അത് അദ്ദേഹത്തിന്റെ ഇതില് ലെസർ റൈറ്റിങ്സിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഹനുമാന്റെ ലെസർ റൈറ്റിങ്സിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ ലെസർ റൈറ്റിങ്ങിലൊക്കെ ഈ ഡോസൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഈ സിംഗിൾ ഡോസൊക്കെ ഈ കുറച്ച് ആൾക്കാർ ഈ അടുത്ത കാലത്ത് നമ്മൾ അടിച്ചേൽപ്പിച്ചതാണ്. അപ്പോൾ എല്ലാ സിംഗിൾ കൊണ്ടും മാറാറുണ്ട്. പിന്നെ പക്ഷെ അതൊക്കെ വളരെ അപൂർവം ഇതാണ്. അദ്ദേഹം എത്ര ഡോസ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ നമുക്ക് അതിൽ നോക്കിയാൽ അറിയാൻ പറ്റും.
ക്ലോണോയിൻ വെയിൽ കൊണ്ടുണ്ടാകുന്ന തലവേദനയ്ക്കാണെങ്കിലും ഈ മഴക്കാലത്തുണ്ടാകുന്ന തലവേദനയ്ക്കും ക്ലോണോയിൻ വരാറുണ്ട്. തല നനഞ്ഞതിന് ശേഷമൊക്കെ വരുന്ന തലവേദനയ്ക്ക് വരാറുണ്ട്. പിന്നെ എത്രയായി സമയം? 10:20 20 മിനിറ്റ് ആയിരുന്നു. പിന്നെന്താ പറയാ? പിന്നെ വേറെ ആരും ടൈഫോയിഡ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് സമയം പോയല്ലോ. സമയം പോയ ടൈഫോയിഡിന് നമ്മൾ ഫസ്റ്റ് ചിന്തിക്കേണ്ട മെഡിസിൻ ബാപ്റ്റീഷ്യ അല്ലേ? ബാപ്റ്റീഷ്യ അങ്ങനെയില്ല കേട്ടോ, അങ്ങനെ ആരും ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാപ്റ്റീഷ്യ, പൈറോജൻ, ടൈഫോയിഡിനും ബ്രയോണിയ എനിക്ക് ഉറപ്പായിട്ടും അപ്പൊ ശരിക്കും ഭയങ്കര തലവേദനയാ അതിന്. ഈ ടൈഫോയിഡ് എനിക്ക് വന്നിട്ടുണ്ട്, അപ്പൊ ഭയങ്കര തലവേദനയായിരുന്നു. അപ്പൊ ബ്രയോണിയയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ബ്രയോണിയ അല്ല, ബ്രയോണിയ മാത്രമല്ല, വേറെ മെഡിസിൻ കഴിച്ചില്ലേ? കഴിച്ചു. അല്ല, അന്നത്തെ അത്ര സിവിയർ തലവേദനയ്ക്ക് അതിലാ അന്ന് പറഞ്ഞ. പിന്നെ ബാപ്റ്റീഷ്യ 30. ബാപ്റ്റീഷ്യ പ്രധാന, പൈറോജൻ, ബാപ്റ്റീഷ്യ, ടൈഫോയിഡിനും ഒക്കെ നമ്മളിപ്പോ നമ്മൾ വീണ്ടും ഒരു പതോളജിക്കൽ പ്രിസ്ക്രിപ്ഷനിലേക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾക്ക് അങ്ങനെ പരിഗണിച്ച് അത് കൊടുക്കാവുന്നതാണ്. ആർണിക്ക വളരെ നല്ല ബെസ്റ്റ് മെഡിസിൻ ആണ്. പിന്നെ ശരിയാ, ബോധമില്ലാതെ ഇങ്ങനെ ചോദിക്കുന്നതിന് ആൻസർ കൃത്യമായിട്ട് പറയുമെങ്കിൽ ആർണിക്ക പറയുന്നു. പിന്നെ ഡെലീറിയസ് ചെയ്യില്ല. എന്റെ ഹസ്ബൻഡിന് അങ്ങനെ വന്നു, ആ സിംറ്റം വന്നായിരുന്നു. ശരി. അത് ആർണിക്ക നല്ല മെഡിസിൻ ആണ്. പിന്നെ ടൈഫോയിഡ് ജയലളിത ഡോക്ടറുടെ ഒരു നിർദ്ദേശം, അവേന സറ്റൈവ 20 തുള്ളി ചൂടുവെള്ളം, നോക്കട്ടെ, ചാറ്റ് ബോക്സില് വന്നിട്ടുണ്ട്. അവേന സറ്റൈവ 20 തുള്ളി ചൂടുവെള്ളത്തിൽ സിപ്പായി ചായ കുടിക്കും പോലെ കുടിച്ചാൽ ക്ഷീണവും കുറയും, ജലദോഷവും കുറയും. അത് ഞാൻ അങ്ങനെ നമ്മൾ അങ്ങനെ കൊടുത്തിട്ടില്ല. അവേന സറ്റൈവ പൊതുവെ കൊടുക്കാറുണ്ട്. ഓട്സ് ആണല്ലോ. ക്ഷീണത്തിന് കൊടുക്കാം, ജലദോഷത്തിനും കൊള്ളാം എന്നാണ് ജയലളിത ഡോക്ടർ പറയുന്നത്. മറ്റേ ഈ ടൈഫോയിഡിന് നമുക്ക് പൾസ് നോക്കിയിട്ട് അത് ആദ്യമേ തന്നെ നമുക്കൊന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുമല്ലോ. ടെമ്പറേച്ചറിനനുസരിച്ചുള്ള പൾസ് കാണത്തില്ല. അതെ, അതിനാണല്ലോ പൈറോജൻ പറയണത്. പൈറോജൻ അങ്ങനെ തന്നെ ഒരു സിംറ്റം പറയുന്നുണ്ടല്ലോ. ഈ പൾസിനനുസരിച്ച് ടെമ്പറേച്ചർ വരാത്തതിന് നമ്മൾക്ക് ടെമ്പറേച്ചർ അനുസരിച്ച് പൾസ് വരാത്തതിന് നമ്മൾക്ക് പൈറോജനും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അത് കൊടുക്കാന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ല, ഫസ്റ്റ് വീക്കിൽ ടൈഫോയിഡ് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ല. സെക്കൻഡ് വീക്കൊക്കെ ആകുമ്പോഴല്ലേ അങ്ങനെയാണ് പറയുന്നത്. പൾസ് നോക്കിയാൽ നമുക്ക് ഏകദേശം ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മൾ ശ്രദ്ധിക്കാന്നുണ്ടെങ്കിൽ ഈ നമുക്ക് ടെമ്പറേച്ചർ നല്ല 100 ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിലും പൾസ് ചിലപ്പോൾ 72 തന്നെ ആയിരിക്കും നിൽക്കുന്നത്. ടൈഫോയിഡ് ഇപ്പൊ അങ്ങനെ അധികം ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? ടൈഫോയിഡ് എനിക്കിപ്പോ അടുത്തങ്ങ് വന്നിട്ടില്ല. ടൈഫോയിഡ് ഇപ്പൊ അങ്ങനെ ഇല്ല. പണ്ട് ഒക്കെ ഒത്തിരി കേസുകൾ അല്ലാതെ നമ്മൾ കേൾക്കും, നമ്മളെ കുടുംബത്തിൽപ്പെട്ടവർക്കൊക്കെ ടൈഫോയിഡ് എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ പക്ഷെ ടൈഫോയിഡ് വളരെ കുറവാണ്. പക്ഷെ അത് കൂടുതലായിട്ട് വന്നാൽ ജോണ്ടിസിലോട്ടും ഒക്കെ പോകും. ജോണ്ടിസിലോട്ട് സിംറ്റം ഒക്കെ വരും. ടൈഫോയിഡ് പണ്ട് ഉള്ള പോലെ അത്ര ആ ഒരു കേസുകള് നമ്പർ ഒരുപാട് കുറഞ്ഞു. പിന്നെ ഈ വെറേറ്റർ ആൽബ് കൊടുക്കാമല്ലോ ഡയറിയ വരുമ്പോ ഡോക്ടറെ? വെറേറ്റർ ആൽബ് ആഴ്സും വെറേറ്റർ ആൽബ് ഭയങ്കര ക്ഷീണമല്ലേ? ഭയങ്കര ക്ഷീണത്തിന് ഇത് വെറേറ്റർ ആൽബ് വരാറുണ്ട്. ചിലപ്പോൾ ആഴ്സ് കൊടുത്തിട്ടും മാറാത്ത, പിന്നെ ആഴ്സിനുണ്ട് ക്ഷീണം,
പക്ഷെ ആർട്സ് കൊടുക്കാത്ത മാറാത്ത ചില കേസിലൊക്കെ വെറാട്രാൽബ് കൊടുക്കുമ്പോൾ നല്ല വ്യത്യാസം വരാറുണ്ട്. കുറച്ച് ഇൻഡിക്കേഷനും ഉണ്ടല്ലോ രണ്ടിന്റെ വ്യത്യാസം. കോൾഡ് സ്വെറ്റും വെള്ളം പോലെ പോകുന്നെന്ന് അതിന്റെ കൂടെ തണുപ്പും കോൾഡ് സ്വെറ്റും ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി വെറൈട്രാൽബായിരിക്കും. പൾസാറ്റിലേക്കും വാട്ടറിസ്റ്റൂള് പറയുന്നുണ്ട്, വെറൈട്രാൽബിനും നല്ലപോലെ വാട്ടറിസ്റ്റുകൾ ഒരുപാടുണ്ടല്ലോ, പോഡോഫിലോ ഉണ്ട്, ഒരുപാട് മെഡിസിൻ ഉണ്ടാവും വാട്ടറിസ്റ്റുകൾ. ഇനി 5 മിനിറ്റ് മഷൂർ ഡോക്ടർ നേരത്തെ വരാന്ന് പറഞ്ഞായിരുന്നു. ഡോക്ടർ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണേ മഷൂർ. ഇപ്പൊ ഞാൻ പറയുന്നത്, എനിക്കിപ്പോ 2 ദിവസത്തിന് മുമ്പ് അവനിപ്പോ 18 വയസ്സുണ്ട്. അപ്പൊ നല്ല പനി വന്നു പെട്ടെന്ന്. അപ്പോ ഈ മഴ തലയിൽ വെള്ളം വീണാൽ ഉടനെ തന്നെ വരുന്നതിന് ഹെപ്പാസൽഫ് ഉണ്ടെന്ന് ഞാനേതോ ക്ലാസ്സിൽ പറഞ്ഞു. അതൊന്ന് സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. തലയിൽ വെള്ളം വീണാൽ ഉടനെ പനി വരുന്ന സ്വഭാവക്കാരനാണ്. അപ്പൊ ഹെപ്പാസൽഫ് കൊള്ളാമെന്ന് പറഞ്ഞു. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വരാനുള്ള കാരണം, അവന് നല്ല പനി വരുമ്പോൾ സാധാരണ ഞാൻ ബെലഡോണ വണ്ണമില് കുറയ്ക്കാറുണ്ട്. അപ്പൊ ഞാൻ ക്ലിനിക്കിൽ മരുന്നൊക്കെ കൊണ്ടുവച്ചതുകൊണ്ട് വീട്ടിൽ ഇല്ലായിരുന്നു. എന്നാലും 30 കഴിച്ചു. അപ്പൊ ചെറുതായിട്ട് കുറഞ്ഞില്ല, ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. പിന്നെ എനിക്കൊരു അനുഭവം ഉള്ളതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ സൾഫർ ഏതോ ഒരു ടെക്സ്റ്റ് ബുക്കിൽ, ഞാൻ ഈ ഇന്റേൺഷിപ്പ് ആയിരുന്നപ്പോ ഒരു ബുക്കിൽ എനിക്ക് ഒരാൾ തന്ന ഒരു ബുക്കിൽ കണ്ട ഒരു കാര്യം മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അതായത് ഞാൻ മിക്കവാറും കേസിൽ അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മളിപ്പോ കുറച്ച് 1 സ്പൂൺ വെള്ളം എടുത്തിട്ട് അതിൽ 1 ഡ്രോപ്പ് മാത്രം സൾഫർ 30 ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ, 2 ഡ്രോപ്പ് ആണെങ്കിൽ കളഞ്ഞേക്കണം. അപ്പൊ അത് തന്നെ പാത്രം കഴുകിയിട്ട് വേണം പിന്നെ 2ാമത് എടുക്കാൻ. ആ വെള്ളത്തിൽ 1 ഡ്രോപ്പ് സൾഫർ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ 1 ഡിഗ്രി ടെമ്പറേച്ചർ ഡെഫിനറ്റ് ആയിട്ടും കുറഞ്ഞിരിക്കും. എല്ലാവർക്കും അത് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിത് ഒരിക്കൽ മെഡിക്കൽ കോളേജിൽ, ഹോമിയോ മെഡിക്കൽ കോളേജിൽ ഡോക്ടറായിരുന്നു 1 വർഷം. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു NCP സ്റ്റുഡന്റിന്റെ ഒരു കുഞ്ഞു കൊച്ചിനെ കൊണ്ടുവന്നു. ആ കൊച്ചിനെ ഞാൻ മനഃപൂർവ്വം നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ എന്ന് പറഞ്ഞു ഇത് ചെയ്യാൻ പറഞ്ഞു. ഒരു ഡിഗ്രി ടെമ്പറേച്ചർ കുറഞ്ഞു. അപ്പൊ 104 ആണെങ്കിൽ 102 ആകും. പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് കുറെ നേരം ഉണ്ടായിട്ട് ക്രമേണ വേർത്ത് പനി കുറഞ്ഞോളും. നമുക്ക് ചിലപ്പോൾ വേണ്ടി വരാം. പിന്നീട് മെലഡോണയോ ആക്കണോറ്റോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറയും. ഈ ഹെപ്പാസൽഫിന്റെ കാര്യം എനിക്ക് സംശയമുണ്ട്. പിന്നെ അതുപോലെ ഇപ്പൊ മകന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഇന്നലെ നല്ല പനിയായിരുന്നു. അപ്പൊ മെലഡോണ 30 ഉണ്ടായിരുന്നു, കുടിച്ചിട്ട് കുറഞ്ഞില്ല. അപ്പൊ എനിക്ക് മെഡിക്കൽ റെപ്പ് ഇന്നലെ എന്റെ ക്ലിനിക്കിൽ സരസസ്പാരിന്റെ ടിഞ്ചർ കൊണ്ടെത്താം. ആദ്യമായിട്ടാണ് അതിന്റെ സ്വാദ് കാരണം. ഞാനത് 2 ഡ്രോപ്പ് ഇവിടെ കൊണ്ടുവന്നു, വീട്ടിൽ കൊണ്ടു വെച്ചിരുന്നു കുറച്ച്. അപ്പൊ അത് ഇവനാണെങ്കിൽ വെള്ളം കുടിക്കാത്തൊരു മകനാണ്. മകൻ ധൈര്യം വെള്ളം കുടിക്കില്ല. അപ്പൊ ബോഡി ഡീഹൈഡ്രേഷനും ബോഡി വേസ്റ്റും ഒക്കെ ആയിട്ട് ഒരു ക്ലൻസിങ്ങിന് കൊള്ളാലോ എന്ന് വിചാരിച്ചു ഞാൻ വെറുതെ ഒരു 3-4 ഡ്രോപ്പ് കുറച്ച് വെള്ളത്തിൽ ഒഴിച്ച് സരസപ്പാലിന്റെ കൊടുത്തു. അപ്പൊ തന്നെ അയാളെ നന്നായിട്ടൊന്ന് സ്ട്രെച്ചായി ഉണർന്നു. നല്ലതുപോലെ ഫ്രീ ആയിട്ട് കിടന്നുറങ്ങി. പനിയും ഒന്ന് കുറഞ്ഞു. സരസപ്പാലിന്റെ തേർട്ടി. അത് എനിക്ക് ഇന്നലെ ഒരു ക്ലൻസിങ് എന്ന് പറയുന്ന വിഭാഗത്തില് കുറച്ച് ശരിയായ ഒരു കാര്യമാണ്. അപ്പൊ അത് നമുക്ക് അറിയില്ല എന്താണ് സംഭവിച്ചത്. എന്തായാലും അത് നല്ലതാണ്. പിന്നെ ബെലഡോണ സാധാരണ നമ്മൾ എല്ലാവരും കൊടുക്കുന്ന പോലെ തന്നെ ബെലഡോണ 30 മതി, 200 മതി. 200 ആണ് ഏറ്റവും നല്ല സേഫ് ആയിട്ടുള്ള ഒരു പൊട്ടൻസി. പിന്നെ വണ്ണം പെർഫെക്റ്റായിട്ടും ഫീവർ പെട്ടെന്ന് കുറയുന്നതാണ്. ഈ സൾഫറിന്റെ 1 ഡ്രോപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് അതിന്റെ 2 ഡ്രോപ്പ് വീണാലുള്ള കുഴപ്പം? ഞാനത് പ്രത്യേകം ഇപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് കുറെ കേസ് കിട്ടി, സഡൻ ആയിട്ടും കുറഞ്ഞിരിക്കും. 10 മിനിറ്റ്സിനകത്ത് 1 ഡിഗ്രി ടെമ്പറേച്ചർ എങ്കിലും താണിരിക്കും, കുട്ടികൾക്കായിരുന്നാലും. സൾഫർ ചില ഹൈ ടെമ്പറേച്ചറിനൊക്കെ സൾഫർ 200 1 ഡോസ് കൊടുത്താ അല്ലെങ്കിലും ചൂട് കുറയാൻ നല്ലതാണ്. ചിലപ്പോ സൾഫർ വണ്ണമും കൊടുത്തിട്ടുണ്ട് ഞാൻ. ടെമ്പറേച്ചർ നല്ല ഹൈ ഫീവർ ഉള്ളപ്പോ ചിലപ്പോ വിരയുടെ ശല്യം കൊണ്ടുള്ള പനി അങ്ങനത്തെ ഒക്കെ ആണെങ്കിലും ഏത് പനിയാണെങ്കിലും സൾഫർ 1 ഡോസ്, 1 ഡ്രോപ്പ്. സൾഫർ 30 ഇത് ഞാൻ ഈ ബുക്കില് വളരെ പഴയത് ആരോ ഒരാൾ മലയാളത്തിൽ ചെയ്തിരിക്കുന്ന ഒരു ചെറിയ ഇതാണ്. അതിനകത്ത് എല്ലാ കുറെ രോഗങ്ങളുടെ മലയാളത്തിലുള്ളതുണ്ട്. അത് ഈ പഴയ ഡോക്ടർമാർക്കൊക്കെ അത് കിട്ടിക്കാണും. ഏതോ ഒരു ക്രിസ്ത്യൻ ഡോക്ടറുടെ ഒരു ചെറിയ ഒരു പാത്രമോ മറ്റോ എഴുതിയാണെന്ന് തോന്നുന്നത്. എനിക്കത് കിട്ടിയിട്ട് മുഴുവനൊന്ന് കോപ്പി ചെയ്ത് എടുക്കാനുള്ള സമയം കിട്ടിയില്ല. വായിച്ചു തീർക്കാന്ന് പറഞ്ഞ് കൊണ്ടുവച്ചിട്ട് തിരിച്ചു കൊടുത്തു. പക്ഷെ ഇതൊന്നും മാത്രം എനിക്കറിയാം. പിന്നെ വയറിന്റെ കംപ്ലൈൻസിന് കൽക്കറി കാർബ് 200, സ്ലീപ്പിംഗ് പ്രോബ്ലംസിനും രാത്രിയിൽ 1 ഡോസ് കൽക്കറി കാർബ് 200. ഇങ്ങനെ ആ ബുക്കിൽ കണ്ടതാണ്. ഈ സൾഫറിൻ്റെത് വളരെ കൃത്യമാണ്. പിന്നെ അതുപോലെ മഞ്ഞപ്പിത്തത്തിന് ഞാൻ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ വർക്ക് ചെയ്തപ്പോൾ അവിടെ ഈ ഒറ്റമൂലിയായിട്ട് ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചില കസ്റ്റം ഇതുണ്ട്. അവരുടെ വീട്ടിൽ ചെന്നാൽ ആ മരുന്ന് മാത്രമേ കൊടുക്കുള്ളൂ. അവർ ധാരാളം വൊമിറ്റ് ചെയ്യിപ്പിക്കുക, വയറിളക്കുക,
ഇങ്ങനെയൊക്കെ പെട്ടെന്ന് അങ്ങ് ചെയ്തിട്ട് 1-2 ദിവസം വേറെ മരുന്നൊന്നും കൊടുക്കാതെ ഒരു മരുന്ന് മാത്രം കൊടുത്ത് വീട്ടിൽ വിടും. അങ്ങനെയാണ് നമ്മുടെ മഞ്ഞപ്പിത്തത്തിന്റെ ചികിത്സ. മിക്കവാറും അവിടെ പോകുള്ളൂ. അതിന്റെ ഹോമിയോക്കാരായിരുന്നാലും ശരി, അലോപ്പതി ആയിരുന്നാലും ഒരിടത്തും പോകില്ല, അവരവിടെ പോകും. പക്ഷെ എനിക്ക് മൂന്നാറിലെ ടൗണിൽ നമ്മുടെ ഈ കുറച്ച് സീപ്പേഴ്സ് ഉണ്ടല്ലോ, അവരവിടെ ഈ സിറ്റി വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഒരു 10-500 സ്റ്റാഫ് ഉണ്ട് അവിടെ. ഈ മൂന്നാർ ക്ലീൻ ആക്കി വെക്കുന്നതിന് രാവിലെ തന്നെ അവരുടെ വണ്ടിയുമായിട്ട് പോയി വേസ്റ്റ് സാധനങ്ങളൊക്കെ നീക്കം ചെയ്യുന്ന അവർ ഒരുപാട് പേര് എനിക്ക് അവിടെ വരുമായിരുന്നു. അവർ കുറച്ച് പേർക്ക് ഈ മഴക്കാലം വന്ന പിന്നെ 1-2 പേർക്ക് തീർച്ചയായിട്ടും മഞ്ഞപ്പിത്തം. ഈ HB മറ്റേ ഈ എ വരുന്ന കേസസ് ഉണ്ടല്ലോ, ഹെപ്പറ്റൈറ്റിസ് എ കേസസ്, ബ്ലഡില് വരുന്ന ബി, ഇത് രണ്ടിലും വ്യത്യസ്തമായൊന്നും നമ്മൾ നോക്കാറില്ല. എന്നാലും ബി ആണോ എ ആണോ എന്തായിരുന്നാലും നമ്മുടെ മെഡിസിൻസിൽ കാർഡസ് മറിയാനസ്, ചെലിഡോണിയം, ഇത് സിയാനോപ്തസ്, അതൊക്കെ ഞാൻ അവിടെ ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് ആഴ്സാൽബിനും ഡോക്ടറെ നമ്മളെ സമയം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ആയിട്ടുണ്ട്. സമയം പോയത് അറിഞ്ഞില്ല. പെട്ടെന്ന് ഇത് ചർച്ച തുടക്കത്തിൽ നമുക്കൊരു ഇതെങ്ങനെ ആരും സജീവമായി പങ്കെടുക്കുന്നില്ലെന്ന് തോന്നിയെങ്കിലും അവസാന ഘട്ടമായപ്പോഴത്തേക്ക് ഇപ്പൊ സമയം തികയാത്ത അവസ്ഥയാണ്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാനീയരായ ഡോക്ടേഴ്സിന് നന്ദി പറയുന്നതിന് വേണ്ടി ധനേഷ് ഡോക്ടറെ ക്ഷണിക്കുന്നു. തീർച്ചയായും ഇന്നത്തെ ഈ സെഷൻ നമ്മൾ മഴക്കാല രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്തത്. വളരെ നല്ല രീതിയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും, നല്ല നല്ല അഭിപ്രായങ്ങൾ വരികയും അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും പരസ്പരം ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. മെറ്റീരിയൽ മെഡിക്കയുടെ ഒരു റീവൈൻഡപ്പ് നമുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഈ 1 മണിക്കൂർ കൊണ്ട് തന്നെ. ഞാനിവിടെ ഹാൻഡ് റൈസ് ചെയ്തതിൻ്റെ പ്രധാന ഉദ്ദേശം നാളത്തെ ഒരു അനൗൺസ്മെന്റ് ആണ്. നാളെ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നിന്നും ഗൈനക്കോളജി വിഭാഗം മുൻ മേധാവിയും മുൻ പ്രിൻസിപ്പളുമായിരുന്ന ഡോക്ടർ ഗീതാ ജോസ് മാഡത്തിന്റെ മരണാനന്തര ചടങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ IFBH ഒരു സമർപ്പണമാണ് നടത്തുന്നത്. അതിൽ പ്രധാനമായിട്ടും ഡോക്ടർ മനോജ് കുമാറാണ് ആ ഒരു വിഷയം അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ഈ ഡോക്ടറുള്ള ബഹുമാനാർത്ഥം സ്ത്രീ രോഗങ്ങളും ഹോമിയോപ്പതി എന്നുള്ള ഒരു വിഷയം തുടങ്ങുകയാണ്. അതിൽ അദ്ദേഹം ആദ്യ ഭാഗം നമ്മൾ തന്നെ അവതരിപ്പിക്കും. അപ്പൊ ഈ വേദിയിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ മാഡത്തോട് കൂടുതൽ മാഡത്തിന്റെ വിദ്യാർത്ഥികളായിരിക്കുകയോ ഒക്കെ ചെയ്ത ആൾക്കാർക്ക് എല്ലാവർക്കും അനുശോചനം രേഖപ്പെടുത്താനുള്ള ഒരു വേദി കൂടെയാണ് നാളത്തെ അവസരം. അതുകൊണ്ട് തീർച്ചയായും എല്ലാവരും നാളത്തെ ഈ ചടങ്ങിൽ നമ്മുടെ ഈ അനുസ്മരണ വേദിയിൽ പങ്കെടുക്കുകയും നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ, മാഡത്തിൽ നിന്ന് പകർന്നു കിട്ടിയ അറിവുകൾ ഒക്കെ പങ്കുവെക്കാവുന്നതാണ്, അല്ലെ ഓർമ്മിപ്പിക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും IFBHന്റെ പേരിലും എൻ്റെ പേരിലും പ്രത്യേകിച്ച് മോഡറേറ്റർമാരായ ശൈല ഡോക്ടർക്കും അതുപോലെ തന്നെ മറിയാമ്മ ഡോക്ടർക്കും പ്രത്യേക നന്ദി അറിയിച്ചു കൊള്ളുന്നു. നന്ദി ധനേഷ് ഡോക്ടറെ. അങ്ങനെ ഇന്നത്തെ മലയാളം സെഷൻ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാനീയരായ ഡോക്ടേഴ്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് മലയാളം സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.